ഇത്തരം ഭ്രാന്തുകൾക്ക് ഒരു തടസ്സവും പറയുന്നില്ല എന്നതിൽ കവിഞ്ഞ് ഒരു സപ്പോർട്ട് എനിക്ക് വേണ്ട. അത് ഗംഭീരം. സിനിമയിലുള്ള ഒരു നാടകത്തിന് വേണ്ടി സമയം കണ്ടെത്തുന്നു. ഈ വർഷം ആദ്യം ഇറങ്ങിയ നാടകം ഭഗത് സിംഗ് പുലിമട PO കൊല്ലം. അപ്പോൾ അത് 83 വയസ്സുള്ള, പിന്നെ ഒരുപാട് അൽഷിമേഴ്സിന്റെ ആരംഭം ഉൾപ്പെടെയുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുള്ള അതീവ വൃദ്ധനായ ഒരു മനുഷ്യൻ. അങ്ങനെ 9 നാടകങ്ങളിലൂടെയാണ് മുഹാദ് വെമ്പായം ഈ 2025 ഏറ്റവും മികച്ച നാടകത്തിനുള്ള പുരസ്കാരം നേടിക്കൊണ്ടാണ് ഇങ്ങോട്ടുള്ള വരവ്. അത് ഏത് നാടകത്തിനായിരുന്നു? ലക്ഷ്മണ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, 40 വയസ്സ് കഴിഞ്ഞൊരു സ്ത്രീക്ക് ഒരു ജോലി ചെയ്യാൻ ആഗ്രഹം ഉണ്ടാക്കുന്നു. ഒരു വില്ലേജ്, റിമോട്ട് വില്ലേജിനകത്തുള്ള ഒരു ഫ്യൂഡൽ സെറ്റപ്പുള്ള വീടിനകത്ത്. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നേ. ഈ പാട്ടിലൂടെ തുടങ്ങിയാലോ നമുക്ക്? പിന്നെ ആക്ച്വലി പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്ന് പറഞ്ഞ പാട്ട് ഭയങ്കര കോമഡിയാണ്. അതിൻ്റെ ജനനത്തിൻ്റെ കഥ ഭയങ്കര കോമഡിയാണ്. നമസ്കാരം. മീഡിയ പീഡിയയിൽ ഇന്ന് അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് കലയുടെ പല തലങ്ങളിൽ ശ്രദ്ധേയനായിട്ടുള്ള ഒരു ബഹുമുഖ പ്രതിഭയാണ് മുഹാദ് വെമ്പായം. ഇദ്ദേഹത്തെ ഒരു നാടകകൃത്ത് എന്ന രീതിയിലും ഗാനരചയിതാവ് എന്ന രീതിയിലും കലാകേരളത്തിന് സുപരിചിതനാണ്. മുഹാദ് വെമ്പായത്തെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. വെൽക്കം ടു മൂഡ് ഓൺ വിത്ത് മീഡിയ പീഡിയ. സ്വാഗതം. ഈ മുഹാദ് വെമ്പായം എന്ന വ്യക്തിയെ സത്യത്തിൽ ഞാൻ പരിചയപ്പെടുന്നത് ഒരു പാട്ടിലൂടെയാണ്. എനിക്ക് തോന്നുന്നു താങ്കൾ ഒരേ സമയം തന്നെ നാടകകൃത്താണ്. അതിനു മുമ്പ് ഞാൻ അറിഞ്ഞത് മിമിക്രി കലാകാരൻ എന്ന രീതിയിൽ സുപരിചിതനാണ്. അങ്ങനെ കലയുടെ പല തലങ്ങളിൽ പയറ്റി നോക്കിയിട്ടുള്ള ഒരു പ്രതിഭയാണ്. പക്ഷെ ഒരൊറ്റ ഗാനം, ആ ഗാനം സത്യത്തിൽ എഴുതിയത് താങ്കളാണെന്ന് പോലും ഞാൻ പിന്നീടാണ് അറിയുന്നത്. ഗാനമാണ് ആദ്യം കേൾക്കുന്നത്. അത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് ഒരു വലിയൊരു അവാർഡാണ്. ഒരു നാടകത്തിനേക്കാൾ ഹിറ്റാവുകയും പിന്നീട് അത് ആരാണ് എഴുതിയതെന്ന് അന്വേഷിച്ചു പോവുകയും അതിൻ്റെ ഉത്തരം കണ്ടെത്തുമ്പോഴാണ് അത് എഴുതിയതാരാന്ന് മനസ്സിലാവുന്നത്. ആ പാട്ട് ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു 4 വരി ഒന്ന് മൂളുന്നുണ്ട്. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അങ്ങനെ നീണ്ടുപോകുന്ന വളരെ മനോഹരമായിട്ടുള്ള വരികളുള്ള, കേരളത്തിൻ്റെ ഒരു കാലത്തെ കൃത്യമായിട്ട് വരികളിലേക്ക് ആവാഹിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു കവിത തുളുമ്പുന്ന പാട്ടാണ്. ഈ പാട്ടിലൂടെ തുടങ്ങിയാലോ നമുക്ക്? പിന്നെ പാട്ടിലേക്ക് എത്തിയതും കാര്യങ്ങളൊക്കെ ആയിട്ട്. തിരുവനന്തപുരമാണ് നമ്മുടെ സ്ഥലം. വെമ്പായം എന്ന് പറയുമ്പോൾ നമ്മളൊരു എളുപ്പത്തിൽ ഞാൻ വെഞ്ഞാറോട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് കേട്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് സുരാരണൻ്റെ സ്ഥലം ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയും. വെഞ്ഞാറോട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പാണ് കേട്ടോ എന്ന് പറയും. വെമ്പായമാണ് സ്ഥലം. എഴുത്താണ് നമ്മുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പരിപാടി, ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ ഞാൻ നാടകകൃത്താണ്, നാടകരചയിതാവാണ്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് പാട്ട് എഴുതേണ്ടി വന്ന സാഹചര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാനൊരു കവിയോ പാട്ടെഴുത്തുകാരനോ അല്ല, പക്ഷേ എഴുതിയതെല്ലാം മുത്തുകളാണ്. FM റേഡിയോയിൽ ഏകദേശം ഒരു 2006 മുതൽ 20 വരെ 14 വർഷക്കാലം കേരളത്തിലും ദുബായിലുമായിട്ട് FM റേഡിയോയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ക്രിയേറ്റീവ് ഏരിയയിലൊക്കെ. ഞാൻ ലാസ്റ്റ് ഗോൾഡ് FM-ലാണ് ദുബായിൽ. എൻ്റെ ക്രിയേറ്റീവ് ഹെഡ് എന്നുള്ള നിലയിൽ തന്നെയാണ് അവിടെ നിന്ന്. അപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷമായിട്ട് ഈ മേഖലയിൽ പല പരിപാടികളായിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പാട്ടെഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു നാടകകൃത്ത് എന്നൊക്കെ കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ ലുക്ക് ആൻഡ് ഫീൽ കാണുന്ന ചില ചിട്ടവട്ടങ്ങളുണ്ട്. താടി, ഇതൊരു ചോക്ലേറ്റ് പയ്യൻ. അല്ല, താടി വളർത്തണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് പ്രകൃതി നമ്മളോട് അനുവദിക്കാത്തതുകൊണ്ടാണ് താടിയില്ലാണ്ട്. ഇത് പക്ഷെ ഒരു കറക്റ്റ് ഒരു ന്യൂജൻ ഒരു പയ്യന്റെ, ഒരു ന്യൂജൻ സിനിമാക്കാരന്റെ ഒരു കൊച്ചിയിലൊക്കെ ഒരു അർബൻ പരിപാടികളായിട്ട് പോകുന്നു. അല്ല, ഞാൻ അതെനിക്ക് തോന്നുന്നു അങ്ങനെ ഉള്ളത്, അല്ലെങ്കിൽ ഒരു നാടക നമ്മൾ പറയുന്ന ഒരു ക്ലീഷേ അല്ലെങ്കിൽ ഒരു പറയുന്ന സോ കോൾഡ് ഒരു വേഷത്തിലേക്ക് എനിക്കത് FM റേഡിയോ നമ്മളെ കുറേയൊക്കെ ഉടച്ചു വാർത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ 25 വയസ്സ് ഉള്ളപ്പോഴത്തേക്ക് FM റേഡിയോയിൽ ഈ FM റേഡിയോന്റെയും ഇതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ പാട്ടിൽ നിന്ന് തുടങ്ങിയതുകൊണ്ട് ആ പാട്ട് എഴുതാനിടയായിട്ടുള്ള ഒരു സാഹചര്യവും അത് എന്തൊരു കോണ്ടക്സ്റ്റിന് വേണ്ടി എഴുതിയ ഒരു ഗാനം. അത് ആക്ച്വലി പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്ന് പറഞ്ഞ പാട്ട് ഭയങ്കര കോമഡിയാണ്. അതിൻ്റെ ജനനത്തിൻ്റെ കഥ ഭയങ്കര കോമഡിയാണ്. അത് ആക്ച്വലി ചിലർ പറയില്ലേ, അത് അതിനു വേണ്ടി ഉണ്ടായൊരു പാട്ടെന്ന് പറയുന്ന പോലെ ഞാൻ ഈ പകിട എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് സംസാരിക്കുമ്പോഴത്തേക്ക്, ഇപ്പോൾ മീഡിയ പീഡിയയിൽ നിന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് തൃശ്ശൂരുമായിട്ട് പാട്ടിന് വലിയ കണക്ഷൻ ഉണ്ട്. തൃശ്ശൂർ രജപുത്ര എന്ന് പറഞ്ഞ സമിതിക്ക് പകിട എന്ന് പറഞ്ഞിട്ട് നാടകം ഞാനാണ് എഴുതുന്നത്. അപ്പോൾ ഞാനന്ന് ഏത് വർഷമായിരുന്നു ഓർമ്മയുണ്ട്? 2018 എഴുതുന്നു. 7 വർഷം മുന്നാണ്. 7 വർഷം മുമ്പ് എഴുതുന്നത്. അപ്പം ഞാനന്ന് ദുബായിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ ഇരുന്നുകൊണ്ടാണ് നാടകം എഴുതി ഇങ്ങോട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അവിടെ ഇരുന്ന് എഴുതുന്നു, അയച്ചു കൊടുക്കുന്നു. അപ്പോൾ സുരേഷ് ദിവാകരൻ എന്നാണ് സംവിധായകൻ്റെ പേര്. അപ്പോൾ ഞാൻ ഒരു സീക്വൻസ് എഴുതി വന്നപ്പോഴത്തേക്ക് അവിടെ ഈ നമ്മുടെ വിളപ്പിൽശാല മാലിന്യ ഫാക്ടറി പോലെ
ആ നാടകത്തിനകത്തുള്ള അവരുടെ ആൾക്കാരാണ് ലാലൂരുണ്ടായിരുന്നു കുറെ കാലം, വിളപ്പിൽ ശാലയ്ക്ക് ലാലൂര് ഇവിടെ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ അതുപോലെ അത് ഒരു മാലിന്യ ഫാക്ടറി അല്ലെങ്കിൽ ഒരു കോപ്പർമൈൻ ഫാക്ടറി വന്നതിന് ശേഷം ആ നാടിൻ്റെ ടോട്ടൽ ഇക്വിലിബ്രിയം തെറ്റിപ്പോയി. അവരുടെ ഒരു ലൈഫിൻ്റെ മൊത്തം സൈക്കിളും പരിപാടികളും എല്ലാം തെറ്റിപ്പോയപ്പോൾ അവർ ആ കമ്പനിക്കെതിരെ ഒരു സമരം നടത്തുന്നുണ്ട്. ഈ സമരപ്പന്തലിൽ അവരുടെ പഴയ കാലം നല്ലതായിരുന്നു ആലോചിച്ച് പാടുന്നൊരു പാട്ട് വേണം. അതാണ് സിറ്റുവേഷൻ. അപ്പം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ അത് എഴുതാൻ വേറെ ആളുണ്ട്. ആ നാടകത്തിൽ പാട്ട് എഴുതാൻ ലിറിസിസ്റ്റ് രണ്ടുപേരുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് എൻ്റെ ഈ ഒരു മൂഡിൽ എഴുതി വന്നപ്പോൾ എനിക്ക് തോന്നിയ വരികൾ, പണ്ടും കണ്ടൊരു നാടുണ്ടായിരുന്നേ, ആ നാട്ടിൽ പുഴയുണ്ടായിരുന്നേ, പുഴ നിറയെ മീനുണ്ടായിരുന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടായിരുന്നേ, ഇങ്ങനെ ഒരു 4 വരിയും കൂടെ എഴുതി. ആ നാടകം എഴുതി വന്ന ഫ്ലോയിൽ എഴുതിയിട്ട് ഞാൻ ഡയറക്ടർക്ക് വാട്സപ്പിൽ ഇട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു, സുരേഷ് ഏട്ടാ ഈ മൂഡിലുള്ള എഴുതിപ്പിച്ചാൽ മതി. 2 പേരുണ്ട്, അവരോട് ആരോടാണ് സുരേഷ് ഏട്ടൻ പറയേണ്ടത്, ഈ മൂഡിലുള്ളൊരു പാട്ട് മതി, ആയിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ സുരേഷ് ഏട്ടൻ പിറ്റേന്ന് എന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, അത് ഇല്ല, ഹരിശേഷം പറയണതിന് അത് തന്നെ ഞാൻ അടിക്ക് വേണ്ടി തരൂലെന്ന് ചോദിക്കുന്ന പോലെ എന്തിനാണ് ഇത് വേറെ പോണത്, ഇത് കൊള്ളാമല്ലോ, അതായത് നമുക്ക് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയില്ലേ, ഇത്ര പോരാ, മുഹാദ് എഴുതിക്കോ, കുഴപ്പമില്ല, ഇതാണ് കറക്റ്റ്. അങ്ങനെ യഥാർത്ഥം പറഞ്ഞാൽ പുള്ളിയുടെ ആ വിവേചന ബുദ്ധി അല്ലെങ്കിൽ വിവേചനം ഒരു അധികാരം പുള്ളി ആ സമയത്ത് ഉപയോഗിച്ചത് കൊണ്ടാണ് ഈ പാട്ടുണ്ടായത്. ഇപ്പം പുള്ളി ഡയറക്ടർ എന്നുള്ളൊരു പുള്ളി കേട്ടോ ഞാൻ എഴുതിച്ചോളാം കേട്ടോ എന്ന് പറഞ്ഞ് ഈ പാട്ടില്ല. അപ്പോൾ അത് ആ പാട്ട് ജനിക്കാൻ അങ്ങനെ ഒരു സാഹചര്യം യാദൃച്ഛികമായിട്ടുണ്ടായ ഒരു ഗാനമാണ്, പാട്ടാണ്. പക്ഷെ ആ പാട്ടിലെ ലയറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു, ഇപ്പോൾ സാധാരണ ഒരു പാട്ടിൽ നമ്മൾ പറയുന്ന പോലെ പല്ലവി, അനുപല്ലവി, ചരണം, അതിൽ കൃത്യമായിട്ട് പൂർണ്ണമായിട്ടുള്ളൊരു ആശയം ഉരുത്തിരി എന്ന് പറയുന്ന പോലെ ഈ പാട്ടിന്റെ ഒരു ലയറുകൾ. ഇതിന് സംഗീതം കൊടുത്താരായിരുന്നു? സെബിച്ചേട്ടൻ. അത് പറയാതെ മുമ്പോട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഗംഭീര മ്യൂസീഷ്യനാട്ടോ. സെബിച്ചേട്ടൻ്റെ മകളും പാടിയിട്ടുണ്ട്, പിന്നെ കലാഭവൻ ഡെൻസനും പാടിയിട്ടുണ്ട്. മരിയ എന്നാണ് സെബിച്ചേട്ടൻ്റെ മകളുടെ പേരെന്ന്. അവർ രണ്ടും കൂടെ ആദ്യം ഈ പാട്ട് പാടുന്നത്. അപ്പോൾ സെബിച്ചേട്ടൻ്റെ ഈണത്തിന്, കാരണം ഞാൻ ഒരു വരി പോലും മൂളാൻ ശേഷിയില്ലാത്ത ഫെയിലുറായ ഒരാളാണ്. ഒരു ഞാൻ എഴുതിയ പാട്ട് പോലും 2 വരി പാടാൻ പറ്റാത്ത തരത്തിൽ ഇത്രയും ഗതികെട്ടൊരുത്തമുണ്ടോ സംഗീതമുള്ളിലാണുള്ളത്. ഉള്ളിലുള്ളൂ. ജയസൂര്യ ജയിക്കുമ്പോൾ ഇത്രയും ഗതികെട്ടുണ്ടാവത്തില്ല. സ്വന്തമായിട്ട് എഴുതിയ വരി പോലും. അത് വരികളുടെ ഒരു ഭംഗി ഒട്ടും ചോരാതെയാണ് അതിന്റെ മ്യൂസിക്. പ്രത്യേകിച്ച് ഇതൊരു കവിതയാണെന്ന് ചോദിച്ചാൽ കവിതയാണ്, ഒരു നാടൻ പാട്ടാണെന്ന് ചോദിച്ചാൽ നാടൻ പാട്ടാണ്. അതുപോലെ തന്നെ ഈ പാട്ടിൽ ഇപ്പോൾ ഓരോ വരികൾ കഴിയുമ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ പാട്ടുകൾക്കുള്ള ഒരു പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരേ ട്യൂണായിരിക്കും. പക്ഷെ ഈ ട്യൂണിന്റെ ഒരു ചേഞ്ച് ഓവർ ഉണ്ട്. ആ ചേഞ്ച് ഓവറിനും അദ്ദേഹത്തിന് തന്നെയാണ്. ചേഞ്ച് ഓവറാണ് അതിന്റെ ഒരു വേറൊരു മൂഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ആ വരികൾ നിങ്ങളൊന്ന് പറയോ? വരി പറയാനേ പറ്റത്തുള്ളൂ, തകർന്ന്. അന്ന് അവിടെ മതമുണ്ടായിരുന്നു. അതിന് മുമ്പ് ആ 8 വരികളിൽ ആ പാട്ടിനൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പാട്ടിന് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാ മനുഷ്യരെയും പോലെ നമ്മളും പൊളിറ്റിക്കലാണ്. പൊളിറ്റിക്കൽ പാർട്ടി അപ്പുറത്തുള്ള ഹ്യൂമാനിറ്റേറിയൻ പൊളിറ്റിക്സ് അല്ലെ, പൊളിറ്റിക്കലാണ്. മനുഷ്യൻ പൊളിറ്റിക്കലാണ്. ഒന്നുകിൽ നല്ല പൊളിറ്റിക്സിന്റെ ഭാഗത്ത്, ഇല്ലെങ്കിൽ മോശം പൊളിറ്റിക്സിന്റെ ഭാഗത്ത്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് 8 വരികളാണ് അതിൻ്റെ പാട്ടിൻ്റെ ഒരു ക്രക്സായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലായിരുന്നേ, ഒരു കണ്ണു കലഞ്ഞു നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടായിരുന്നേ, അന്നും പല മതമുണ്ടായിരുന്നേ, അതിനപ്പുറം അൻപുണ്ടായിരുന്നത്, നിന്റെ പടച്ചോൻ എൻ്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ല എന്നുള്ളതാണ്. ഈ 8 വരിയാണ് എനിക്ക് ആ പാട്ടിൽ. അത് ചൊല്ലി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പാടി കേൾക്കുമ്പോൾ അന്നും പല മതമുണ്ടാർന്നേ, അത് പറയുന്ന നേരത്തുള്ള നമുക്കൊരു രോമാഞ്ചൊക്കെ വരും. കാരണം ഒരു ഫീൽ തന്നെ ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ പണ്ട് ആദ്യം തുടങ്ങുമ്പോൾ ഒരു നൊസ്റ്റാൾജിയുടെ, നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഗിയർ ഫസ്റ്റ് ഗിയറിൽ പോകുന്നു, അതിൻ്റെ ഒരു 3rd ഗിയർ ആകുമ്പോൾ വണ്ടിക്ക് ഒരു കറക്റ്റ് മീറ്ററിലെത്തും. അതുപോലെയാണ് അതിലൊരു മ്യൂസിക്കിന്റെ ഒരു ഡൈവിങ് വരുന്നത്. എല്ലാത്തിനും ക്രെഡിറ്റ് മ്യൂസിക് ഡയറക്ടർക്ക് ഭയങ്കരമാണ്. ഈ പാട്ട് ഉണ്ടായതിൻ്റെ ക്രെഡിറ്റ് സുരേഷ് ചേട്ടനും ഈ പാട്ട് ഇത്രയും ഭംഗിയായതിൻ്റെ ക്രെഡിറ്റ് സെബിച്ചേട്ടനുമാണ് ഉള്ളത്. അത് ഈ പറഞ്ഞ പോലെ നമുക്കത് ഫീൽ ചെയ്യും. ഇപ്പം ചിലർ ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പലരും ഇപ്പം ഫേസ്ബുക്കിൽ പലപ്പോഴും ആവർത്തിച്ച് ഈ പാട്ടുകൾ വരും, ഷെയർ ചെയ്തൊക്കെ വരുമ്പോൾ ചില പേജുകളിലൊക്കെ മില്യൺ അങ്ങനെയൊക്കെ അതിൻ്റെ താഴെ കമൻസ് 500 കമൻറ്റ് 600. അത് ആ കൂട്ടത്തിൽ ചിലർ പറയുന്നത് പണ്ട് ഇവിടെ മറയ്ക്കാൻ അവകാശമില്ലായിരുന്നു, പണ്ട് വഴിയടക്ക അവകാശമില്ല. ഈ ആ ആൾക്കാർ ധരിച്ചു വെച്ചേക്കുന്നത് ഇത് 200 കൊല്ലത്തോ 300 കൊല്ലത്തോ മുമ്പത്തെ പറ്റിയാണ് പറയുന്നത്. അല്ല, അതിനെ പറ്റിയാ പറയുന്നത്. പക്ഷേ എൻ്റെ കോൺസെപ്റ്റിൽ എൻ്റെ കുട്ടിക്കാലമാണ് എന്നെ. അപ്പം ഒരു 30 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 35 കൊല്ലം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഒരവസ്ഥയെ പറ്റിയാണ് നമുക്കാണ് മനുഷ്യത്വം അല്ലെങ്കിൽ ഒരു സഹവർത്തിത്വം. നമുക്ക് മതം വലിയ സംഭവമായിരുന്നില്ല. മതം നമുക്ക് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതെങ്ങനെ ജെബിൻ
അതെ, ജെബിൻ ജോസഫ്. ഇപ്പം ജെബിനെ സംബന്ധിച്ചിടത്തോളം ജെബിന്റെ മതം എന്താണെന്നുള്ളത് എന്റെ കൺസേൺ അല്ല. അതെ അതെ അതെ, അങ്ങനെയായി ഏത് മതത്തിൽ വേണമെങ്കിൽ ആയിക്കോട്ടെ, ഒരു പ്രശ്നമല്ലെന്ന്. രണ്ട് മനുഷ്യർ പരസ്പരം ഇരുന്ന് സംസാരിക്കുന്നതിനോ സഹകരിക്കുന്നതിനോ അത് മതം ഒരു മീറ്റർ അല്ല, ഒരു തരത്തിലും മതം അതിനൊരു മാനദണ്ഡമല്ല. പക്ഷെ ഇപ്പൊ ഒരു മീറ്ററാണ്, ഇപ്പോൾ ഭയങ്കര മീറ്ററാണ്. ഇപ്പം ഈ പറയുന്ന പോലെ നമ്മൾ കളിയായി പറയുന്നത് പോലെ എന്താ പറയുക, കാല് ഒറ്റ വണ്ടി കയറിയപ്പോഴത്തേക്ക് ഹിന്ദു സഹോദരൻ ടിക്കറ്റ് നൽകി മുസ്ലിം കണ്ടക്ടർ മാതൃകയാവണ കാലം. അതെ 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 അതെ, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാലയങ്ങൾ പോലും ആ രീതിയിൽ പോകുന്നത് വളരെയധികം ഭീതിയോടെ നമ്മൾ നോക്കി ഭയങ്കര പ്രശ്നം. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ പല മതത്തിൽപ്പെട്ടവരുമായിട്ട് ഒന്നിച്ച് കഴിയുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒന്നിച്ച് പോകുന്നു. നമുക്കതൊന്നും നമ്മുടെ കുട്ടിക്കാലം ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ലൊരു കാലം രൂപീകരിക്കുന്ന കാലത്ത് ഇത്തരം കൺസേണുകളൊന്നും ഇല്ലായിരുന്നു. ജബിനെ ഇപ്പം നമ്മളൊന്ന് മാറിയിരുന്നൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ആണെന്നോ കേരളം മൊത്തം ഇങ്ങനെയാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ ആൾക്കാർ അല്ലാത്തവർ എന്ന് പറയുന്ന ഒരു സംഭവം അതെ ഒരുമിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ കൂട്ടങ്ങളിൽ വരെ കണ്ടു തുടങ്ങിയ ഒരു ഗതികെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ തന്നെ നമ്മുടെ മക്കളെ ചേർത്തുമ്പോൾ നമ്മൾ ജാതി ഏത് ജാതിയിലാണോ അവർ നടത്തുന്ന വിദ്യാലയങ്ങളിൽ കൊണ്ടുപോയി ചേർത്തുക. അതാണ് ഏറ്റവും മോശം അവസ്ഥ എന്ന് പറയുന്നത്. അവിടെ ആ ജാതിയിൽപ്പെട്ട ആൾക്കാർ, ആ മതത്തിൽപ്പെട്ട ആൾക്കാർ മാത്രം ഉള്ള കുട്ടികളുടെ കൂടെ നമ്മൾ പഠിക്കുക, വളരുക. ഒരു നമ്മുടെ ആൾക്കാർ മ്യൂസിയം പീസുകളാവെന്ന് പറയില്ലേ, അത് ഉറപ്പല്ലേ. നമ്മൾ അതിഭീകരമായ വിധത്തിൽ നമ്മളിലേക്ക് അവർ ഞങ്ങൾ അവർ എന്ന് പറയുന്നൊരു സെറ്റപ്പിലോട്ട് മാറി. എന്നെ സംബന്ധിച്ച് ഈ പാട്ട് ഒരു 30 കൊല്ലം 35 കൊല്ലം മുമ്പുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റ് ജ്വരമായിരുന്ന ഒരു കാലഘട്ടത്തിൽ വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ മതിൽ ചാടി അപ്പുറത്ത് പോയിട്ട് മീൻകറി വാങ്ങിക്കൊണ്ടുവരുന്ന ഒരു സെറ്റപ്പിൽ അത്രയ്ക്ക് പഴക്കമുള്ളൂ. എനിക്കറിയാവുന്ന ഒരു നല്ല കാലത്തെ പറ്റിയാണ് പാട്ട്. അല്ലാതെ ഇത് ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നതിന് മുമ്പ് മനുഷ്യന് വഴി നടക്കാൻ ആ കാലമൊന്നും അല്ലല്ലോ. ഈ പാട്ട് ഇനിയും ഒരുപാട് തലമുറകൾ പാടട്ടെ. കാരണം ഇത് അത്രയും മൂല്യമുള്ള വരികളിലാണെങ്കിലും സംഗീതത്തിലാണെങ്കിലും ഇത് മുന്നോട്ട് വയ്ക്കുന്നൊരു പൊളിറ്റിക്സ് ആണെങ്കിലും ആശയമാണെങ്കിലും ഒക്കെ വളരെ വളരെ മനോഹരമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇനിയും കാലാധിവർത്തിയായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും നമ്മൾ ഒരു തുടക്കം, ഇപ്പോൾ നാടകത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ താങ്കൾ തിളങ്ങി നിൽക്കുന്നത്. പക്ഷേ ഇതിൽ നിന്നും തീർത്തും വിഭിന്നമായിട്ടുള്ള 2 കാലഘട്ടങ്ങൾ. ഒന്ന് മിമിക്രിയുടെ ഒരു അനുകരണ കലയെ ഇഷ്ടപ്പെട്ടിരുന്നൊരു കാലഘട്ടം, അതോടൊപ്പം തന്നെ FM-ന്റെ മറ്റൊരു കാലഘട്ടം. ഈ അനുകരണ കലയുടെ അതിൽ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കാലം. അല്ല, അത് അനുകരണം എന്ന് പറയാൻ പറ്റത്തില്ല. അതിനകത്ത് ഞാൻ മിമിക്രിയിൽ വർക്ക് ചെയ്തിരുന്നത് വേറൊരു തരത്തിലാണ്. ഡിഗ്രി കഴിഞ്ഞ ഒരു കാലഘട്ടം നമ്മുടെ സുഹൃത്തുക്കളെല്ലാം പലരും മിമിക്രിയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. അവരെല്ലാം പല ട്രൂപ്പുകളിലായി. എന്നെ സംബന്ധിച്ച് എനിക്ക് സാധാരണ ഒരുപാട് കലാകാരന്മാർ നിങ്ങളുടെ നാട്ടിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ സുരാജ് വെഞ്ഞറാമ്പൂട്ടിന് നമ്മൾ എല്ലാവർക്കും മലയാളികൾ മൊത്തം അറിയാം. പിന്നെ നോബി, പിന്നെ ബിനു, പിന്നെ അങ്ങനെ ഒരുപാട് പേര്. പിരപ്പങ്കോട് മുരളി അവിടെ അടുത്ത്, മുരളി സാറ് അവിടെ ഒത്തിരി നാടക നടന്മാർ, ഒത്തിരി പേര് ആർട്ടിസ്റ്റുകൾ ഒക്കെ. ഇവരൊക്കെ കണ്ടു വളർന്ന ഒരു ബാല്യം കൗമാരവും യൗവനൊക്കെ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ ആകർഷിക്കപ്പെടും. ഇത് ഈ പറഞ്ഞ പോലെ മിമിക്രി എന്ന് പറഞ്ഞാൽ ഞാൻ മിമിക്രിയുടെ അനുകരണവുമായി ബന്ധപ്പെട്ട ഒരു സാധനമല്ല ചെയ്തുകൊണ്ടത്. ഞാൻ അതിനകത്ത് എഴുത്ത് തന്നെയാണ് ചെയ്തത്. ഈ കാലഘട്ടത്തിൽ മിമിക്സുകൾക്ക് ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ 20 മിനിറ്റ് നേരം ഭയങ്കരമായിട്ട് ഒരു സിനിമാറ്റിക് ആയിട്ട് ഒരു കഥയുണ്ടാക്കി ആ കഥയ്ക്കകത്തേക്ക് ഈ മിമിക്സിനെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുക എന്ന് പറയുന്ന മിമിക്സ് ഡ്രാമയൊക്കെ തുടങ്ങിയതിന് ശേഷം അതെ. ആ ഒരു വലിയ സംഭവം, അവിടുത്തെ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു സ്ഫോടനം, ഒരു അന്വേഷണം, പോലീസ് വരുന്നു, മറ്റത് വരുന്നു, അവസാനം നേരെ തുടങ്ങിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അതിനകത്തേക്ക് ഇന്നടത്തേക്ക് അന്ന് അവിടെ ഒരു പ്രോഗ്രാം നടക്കുക എന്നുള്ള രീതിയിൽ ഇതിനെ കൊണ്ട് ഈ കഥയെ ഇവരുടെ മിമിക്രിയുടെ ഈ പ്രോഗ്രാമിനെ കൊണ്ട് കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ടൈപ്പുള്ള ഒരു സാധനമാണ് ഉണ്ടായിരുന്നത്. ടൈറ്റിൽ എന്നാണ് അവർ വിളിച്ചിരുന്നത് അതിനെ. ഇതാണ് ഞാൻ എഴുതിക്കൊണ്ട്. ഇത് ഞാൻ എനിക്ക് തോന്നുന്നു എറണാകുളം മുതൽ ഇങ്ങോട്ടധികമല്ല, എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏതാണ്ട് എല്ലാ സമിതിക്കും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് മിമിക്സുമായിട്ടുള്ള എൻ്റെ ബന്ധം. അല്ലാതെ മിമിക്രി കലാകാരനായതുകൊണ്ടോ അല്ലെങ്കിൽ മിമിക്സ് അനുകരിക്കാനോ സ്കിറ്റ് എഴുതുകയോ ചെയ്യുന്നു. ഞാൻ സ്കിറ്റ് എഴുതിയിട്ടുണ്ട്. ഞാൻ മിമിക്സ് മിമിക്സിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളതും സ്റ്റാർ വേൾഡ്. കൂടുതൽ നമ്മുടെ ഒരു വര തെളിഞ്ഞിട്ടുള്ളത് ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എഴുതിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി. കാരണം എനിക്ക് നാടകം ഭയങ്കര ഭ്രാന്തായ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഈരസ്യൊന്നും തള്ളെന്ന് വിചാരിക്കില്ല. ഞാൻ ആദ്യത്തെ നാടകം 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അങ്ങനെ ഒരു എഴുത്ത് നമ്മുടെ ഉള്ളിലുണ്ട്. ഞാൻ ഭയങ്കരമായി നാടകത്തെ അത് എങ്ങനെയാണ് അത് ബ്ലഡിൽ അതുണ്ടായതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടോ നമ്മുടെ കുടുംബം, മറ്റ് റിലേറ്റീവ്സ്, അങ്ങനെ ഒരു നാടകവുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യനും ഇല്ല. എങ്ങനെയോ എനിക്കതിൻ്റെ ഒരു ഈ DNA യിലേക്ക് എത്തുമ്പോൾ തന്നെ ഇത് തരം നാടകങ്ങളാണ് നമ്മൾ ആ കാലത്തൊക്കെ
തീർച്ചയായിട്ടും ഉത്സവപ്പറമ്പ് ഞാൻ കൂടുതലും അമേറ്റർ നാടകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ഉത്സവപ്പറമ്പിലെ നാടകങ്ങളാണ് നമ്മുടെ പ്രൊഫഷണൽ നാടകങ്ങൾ എന്ന് പറയും. ഉത്സവപ്പറമ്പെന്ന് മാത്രമല്ല ഞാൻ പറയുക, പ്രൊഫഷണൽ നാടകങ്ങൾ അല്ലെങ്കിൽ നമ്മളെന്താ പറയുക, പിന്നെ ടൂറിങ് ഡ്രാമ കൊണ്ട് നടന്ന് പ്രദർശിപ്പിക്കുന്ന ടൂറിങ് ഡ്രാമകൾ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ഡ്രാമ, ഈ 3 പേരുകളിട്ട് വിളിക്കാവുന്ന ഒരു സംഭവമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് 7ാം ക്ലാസ് പഠിക്കുമ്പോഴത്തേക്ക് തമാശയല്ല, നമുക്ക് എഴുതാൻ പറ്റുമെന്ന് വിചാരിച്ചൊരു നാടകം എഴുതുന്നു, അത് തന്നെ കളിക്കുന്നു, സ്കൂളിൽ കളിക്കുന്നു, പ്രൈസൊന്നും കിട്ടുന്നില്ല. 8ലായപ്പോഴത്തേക്ക് വീണ്ടും നമ്മളൊരു നാടകം എഴുതുന്നു, അത് കുറച്ച് അംഗീകരിക്കപ്പെടുന്നു. അപ്പം പിന്നെ അങ്ങോട്ട് നാടകങ്ങൾ എഴുതുക, അങ്ങനെ ഒരു ക്രൈസ് വരികയും ഇത് ഉള്ളിൽ കിടപ്പുണ്ട്. ഇതിൽ നിന്നാണ് മിമിക്സിൻ്റെ ആദ്യത്തെ പോർഷൻസ് നമ്മൾ എഴുതുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് നാടകത്തെ അഭിനയിക്കാൻ പോയി തുടങ്ങി. ഞാൻ കാളിദാസ കലാകേന്ദ്രത്തിൽ ആക്ടറായിരുന്നു കേട്ടോ 2 വർഷം. അത് വലിയ കാര്യം. ഒരു ചെറിയ സമിതിയല്ല, കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ നല്ല നാടകങ്ങൾ കണ്ടിട്ടുള്ള ഒരു സമിതിയാണ്. അത് ഭയങ്കരമായിട്ട് നമ്മൾ എനിക്കിപ്പോഴും ക്ലബ് എഫ് എമ്മിൻ്റെ ഇൻ്റർവ്യൂവിന് നമ്മൾ നോർമൽ ഇൻ്റർവ്യൂവിന് നമ്മൾ പോയി ഇരിക്കുകയാണ്, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, അവരുടെ നമ്മുടെ സംഭവങ്ങൾ കാണുന്നു, സ്ക്രിപ്റ്റുകൾ കേൾക്കുന്നു, കുറച്ച് തമാശ സാധനങ്ങളൊക്കെ എഴുതാൻ പറയുന്നു, ഒക്കെ എഴുതുന്നു. ചിലത് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ഓക്കെ ഫൈൻ എന്നൊക്കെ പറഞ്ഞിരുന്നതിനിടയിൽ യാദൃച്ഛികമായിട്ട് ഞാൻ കാളിദാസ കലാകേന്ദ്രത്തിൽ ആക്ട് ചെയ്തിരുന്നു എന്ന് പറയുന്നിടത്ത് ഇൻ്റർവ്യൂ ചെയ്ത ബോർഡിൻ്റെ മുഴുവൻ സ്വഭാവം മാറുകയാണ്. നിങ്ങളോ കാളിദാസ കലാകേന്ദ്രത്തിൽ ഞാൻ പറഞ്ഞാൽ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര നാടകം? ഞാൻ പറഞ്ഞ അവിടെ 250 നാടകം ഞാൻ കളിച്ചിട്ടുണ്ട്. 250 നാടകം കളിച്ചിട്ടുണ്ട് സമിതിക്ക്. എത്ര വർഷം? 200-ലധികം. എത്ര വർഷം? 2 വർഷം. 2 വർഷം കൊണ്ട് 1.5 വർഷം എന്ന് പറയാം, രണ്ടും തേച്ചില്ല. അത്രയും നാടകങ്ങൾ മാറി മാറി അല്ല, ഒരു നാടകം തന്നെ റിപ്പീറ്റഡ് ആയിരുന്നല്ലോ. ടൂറിംഗ് ഡ്രാമകളുടെ അവസ്ഥ എന്താ? ഒരു വർഷം ഒരു നാടകമല്ലേ സാധാരണ. ആ ഒരു നാടകം വിവിധ സ്റ്റേജുകൾ 100 സ്റ്റേജുകൾ കളിച്ചു. 250 നാടകങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റേജുകളാണ്. അപ്പോൾ എഴുതാൻ വേണ്ടി തന്നെയായിരുന്നു ആഗ്രഹം. അതിൽ നിന്നാണ് പിന്നെ പ്രൊഫഷണൽ നാടകത്തിലേക്ക് 24 വയസ്സ് തൊട്ട് ഞാൻ പ്രൊഫഷണൽ നാടകം എഴുതി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. 24-25 വയസ്സായിട്ട്. ആ സമയത്തൊക്കെ നമ്മളെ പ്രചോദിപ്പിച്ച നാടകങ്ങൾ ഉണ്ടായിരിക്കില്ല? നമ്മൾ എഴുത്ത് ആരംഭിക്കുന്ന അല്ലെങ്കിൽ നാടകം കണ്ടു തുടങ്ങുന്ന ഒരു സമയത്ത് നമുക്ക് പ്രചോദനമായ എഴുത്ത് ശൈലികൾ ഏതൊക്കെയാണ്? ഒരുപാടുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഞാനൊരു കടുത്ത എൻ എം പിള്ള ഫാനാണ്. അത് നിലവിലുള്ള നടപ്പുകാലത്ത് ആദ്യം പേര് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ടല്ല എൻ എം പിള്ള ഫാൻ എന്ന് പറയുന്നത്. ഈ കവിതയിൽ ചുള്ളിക്കാട് നമ്മളെ ജ്വരം കൊള്ളിച്ചതുപോലെ നാടകത്തെ സംബന്ധിച്ചിടത്തോളം എൻ എൻ പിള്ള നമ്മളെ ഭ്രാന്താക്കിയതുപോലെ വേറൊരു എഴുത്തുകാരനും മലയാളത്തിൽ അത്രയും അത് വേറെ ഒരുപാട് KTM ഭയങ്കര ഇഷ്ടമാണ്, തോപ്പൽ വാസാറിൻ്റെ നാടകങ്ങൾ ഇഷ്ടമാണ്. പക്ഷേ എൻ എം പിള്ളയോട് നമുക്കൊരു പുള്ളിയൊരു വേറെ ലെവലാണ്. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ അത്ര വലിയ ഒരു നാടകം വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളെന്നല്ല. പക്ഷെ എന്നെപ്പോലും ഇതിൻ്റെ ഒരു വളരെ ലൈറ്റായിട്ട് ഫോളോ ചെയ്യുന്ന നമ്മളെപ്പോലും എൻ പിള്ള സാറിൻ്റെ ഒരു 4 നാടകങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. 4 ചെറിയ ഏകാംഗ നാടകങ്ങൾ, ഗുഡ് നൈറ്റ് മറ്റേ സാധനങ്ങളൊക്കെ. അത് വീട്ടിൽ അപ്പച്ചൻ അത് വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒന്നെന്താണ്, ഒരു വേവിക്ക് കരളില്ല. വേവിക്ക് കരളില്ല. അതായത് ഒരു ചെറിയ കുട്ടി തുളച്ച് നോക്കിയിട്ട് ഒരു അറിയാതൊരു കൊലപാതകത്തിൽ പോകുന്ന പോലത്തെ ഒരു നാടകം. പിന്നെ ഒരു നാടകം, ഒരു ഗ്രൂപ്പ് ഫോട്ടോ എന്ന് പറഞ്ഞൊരു നാടകം. ഗ്രൂപ്പ് ഫോട്ടോ പിന്നെ ഒരു പാർക്കിൽ വന്നിട്ടിരുന്നിട്ടൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ആ പുസ്തകത്തിനകത്ത് തന്നെയാണോ അതുള്ളത്? അല്ല, ഇതില് ഒന്ന് ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും കൂടിയിട്ട് 2 പേരുള്ള രംഗത്തിൽ. അപ്പോൾ അവരുടെ സംഭാഷണങ്ങളിലൂടെ നാടകം ഇതൾ വരികയാണ്. അവിടെ എന്തോ ഒരു പരിപാടി നടക്കാൻ പോകുന്ന രീതിയിൽ പറയണം. അവസാനമാണ് മനസ്സിലാവുന്നത് ആ വീട്ടിലെല്ലാവരും മരിച്ചു കഴിഞ്ഞു, ഇവർ മാത്രമേ വീട്ടിലുള്ളൂ. പക്ഷെ ഇവരുടെ സംഭാഷണങ്ങൾ, എടി അവൻ വരാറായി, നീ എന്തെങ്കിലും നിൽക്കുന്ന എന്നൊക്കെ ചോദിച്ചിട്ട് ഇതിങ്ങനെ നാടകം പോവാണ്. ഒരു അരമണിക്കൂർ സമയം ഈ 2 ആളെ കൊണ്ട് ഈ നാടകം ഡ്രൈവ് ചെയ്ത് പോവാണ്. അതുപോലെ ഒരെണ്ണത്തിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോന് വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ഒരുങ്ങി വരുന്നില്ല. അപ്പോൾ ഗ്രൂപ്പ് ഫോട്ടോ കൊടുക്കേണ്ട ആളുടെ ഡെഡ് ബോഡി എൻഡിൽ വരികയാണ്. അപ്പോൾ അരമണിക്കൂർ ഇതിങ്ങനെ കറങ്ങാണ് കിടന്നിട്ട്. അതും ഈ നമ്മളിപ്പോൾ അന്നത്തെ ഒരു രംഗപടമോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു സങ്കേതങ്ങളൊന്നും ഈ സ്റ്റേജിനകത്ത് സത്യത്തിലില്ല. ഇത് എഴുത്തിന്റെ ഒരു ഭംഗിയും ഇങ്ങേരുടെ ഒരു ടെക്നിക്കുകളുണ്ട്, അതിഭീകരമാണ്. അതായത് ഈ ഡയലോഗുകളിലൂടെ ഈ ഒരു പുതിയ ലോകം, നമുക്കൊരു കാഴ്ചയുടെ സാധനം പുതിയത് ആ ഡയലോഗ് വഴിയാണ് കഥകളെ വലുതാക്കി നമ്മൾ കുറേശ്ശെ കഴിയുന്തോറും പുതിയ കാര്യങ്ങൾ ഈ മിസ്റ്ററി സിനിമകൾ റിവീൽ ചെയ്യുന്നത് പോലെയാണ് എൻ പിള്ളയുടെ. മാത്രമല്ല ജോണറുകൾക്ക് വഴങ്ങാത്തൊരു എഴുത്തുകാരനാണ്. ഏത് ജോണർ എന്തും. പിന്നെ കറക്റ്റായിട്ടൊരു നമുക്കൊരു കാര്യം പ്രതിഷേധിക്കാനുണ്ടെങ്കിൽ അതൊരു ടിപ്പിക്കൽ മുദ്രാവാക്യ ശൈലിയിലായിരിക്കില്ല. അത് വളരെ ഇതിനകത്ത് ഉൾച്ചേർത്തിട്ട് ഇതിനകത്തൊരു ബ്ലെൻഡ് ചെയ്യുന്നത് വളരെ രസമാണ്. പൊളിറ്റിക്സ് ആവട്ടെ എന്താവട്ടെ, അത് ആ കൃത്യമായിട്ട് പൊളിറ്റിക്സ് ഉണ്ടായിരിക്കും, കൃത്യമായിട്ട് ഫണ്ട് ഉണ്ടായിരിക്കും, തമാശ കലർത്തിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു എഴുത്ത് ശൈലി. എനിക്ക് നമ്മൾ ചിലത് നമ്മളിപ്പം പറയാം, ഡാം എന്ന് പറയുന്ന നാടകമുണ്ട്, വരണ്ടു പോകും വായിച്ചു കഴിഞ്ഞാൽ. ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ
നാടകത്തിൻ്റെ എഴുത്ത് നമ്മളെ ഭയപ്പെടുത്തി കളയും. ഞാനാകെ അദ്ദേഹത്തിൻ്റെ നാടകം രണ്ടാമത് അവതരിപ്പിക്കുമ്പോഴത്തേക്ക് കാബാലിക കണ്ടു എന്നുള്ളതാണ് എനിക്കാകെ അദ്ദേഹത്തിൻ്റെ നാടകം സ്റ്റേജിൽ ഒരു പ്രൊഫഷണൽ നാടകമായിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹം പക്ക പ്രൊഫഷണൽ നാടകത്തിൻ്റെ വക്താവ് തന്നെയായിരുന്നു. അദ്ദേഹം നിരന്തരം ഈ അമേറ്റർ മികച്ചതാണ്, ഈ രണ്ട് വിഭാഗക്കാരും കൂടെ നിന്ന് പറയുമല്ലോ, ഇദ്ദേഹം വളരെ ശക്തമായി പ്രൊഫഷണൽ നാടകത്തിന് വേണ്ടിയിട്ടും അമേറ്ററും പ്രൊഫഷണലും എന്ന വാക്കിൽ തന്നെ ഉണ്ടെല്ലാം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഡിഫെൻഡ് ചെയ്തിരുന്ന, പ്രതിരോധിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ നാടകങ്ങളിൽ പിന്നെ കാബാലികയൊക്കെ ഇന്നെടുത്ത് കളിക്കാൻ പറ്റില്ല. നമ്മൾ ഇപ്പം എന്താ പറയുക, നമ്മൾ MDയുടെ നിർമാല്യത്തിൻ്റെ കഥ പറയുന്നത് പോലെയാണ്. ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തിൽ പലതും തൊടാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. പുതിയ അന്തരീക്ഷം ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ്. അതെ അതെ. ഒരു വരി എഴുതണമെങ്കിൽ, ഒരു നാടകം കളിക്കണമെങ്കിൽ, ഒരു സിനിമ ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര പേരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളൂ. ഭയങ്കര വിഭാഗവും പറയുന്നില്ല, ആളെയും പറയുന്നില്ല. ഞാനൊരു നാടകം എഴുതുകയാണ്, അപ്പം നാടകം കൊണ്ടുപോയി അവിടെ വായിക്കുകയാണ്. ഒരാളല്ല അതിൻ്റെ പ്രൊഡക്ഷൻ, ഒരു ടീമാണ് പ്രൊഡക്ഷൻ. അപ്പം അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അതിനകത്തൊരു പ്രതിനായക കഥാപാത്രത്തിന് ഈ ടീമിൻ്റെ ഒരു മതസ്വഭാവത്തിലുള്ള ഒരാളാണ്, അതിനകത്ത് പേര് കൊണ്ട് മതസ്വഭാവത്തിലുള്ള ഒരാളാണ്, മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് വിഷയം, എന്താണ് അത്? പൊതുവേ എല്ലായിടങ്ങളിലും പിന്നെ മനഃപൂർവ്വമായിട്ട് ഇപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതെല്ലാ മതക്കാരും പറയുന്നതാണ് കേട്ടോ. ഞങ്ങളുടെ മതത്തെ എല്ലാവരും വല്ലാതെ കിടന്ന് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് അത് എല്ലാ മതക്കാരും പറയും. അത് ഹിന്ദുവും പറയും, മുസ്ലിമും പറയും, ക്രിസ്ത്യാനിയും പറയും. ഞങ്ങളുടെ മതത്തെ എല്ലാവരും കൊണ്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു കാലഘട്ടമാണിത് എന്ന് പറയും. അപ്പോൾ അതാണ് അവസ്ഥ. പിന്നെ പ്രത്യേകിച്ച് ഒരു സിനിമ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം സെൻസർ ബോർഡിൽ നിന്ന് കഷ്ടിച്ച് സ്ലിപ്പായി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. നാടക എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ നാടകം ചിലപ്പോൾ ജൂണിലോ ജൂലൈയിലോ ആയിരിക്കും നാടകം ഇറങ്ങുന്നത്, അടുത്ത മെയ് വരെ കളിക്കാണ്ട്. ഈ മെയ് വരെയും നമുക്ക് കോൾ വരും, നിങ്ങൾ അങ്ങനെ എഴുതിയതിൻ്റെ റീസൺ. അപ്പോൾ നിങ്ങൾ മറ്റേ പാർട്ടിയാണെങ്കിൽ നിങ്ങൾ എഴുതുമോ? ഇപ്പം ഈ അങ്ങനെ ഒരു കഥയുടെ അത് നാടകം ആസ്വദിക്കുന്നവർ, സിനിമ ആസ്വദിക്കുന്നവർ വളരെ കുറച്ച് മനുഷ്യരായിരിക്കും ഉണ്ടാവുക. ഇതിൽ തന്നെ നമ്മളോട് ഇങ്ങനെ ചോദ്യങ്ങൾ വരികയാണ്. ഇപ്പം ഞാൻ വംശം എന്ന് പറഞ്ഞൊരു നാടകം ചെയ്തു. വംശം എന്ന് പറയുന്ന നാടകം പുരാണത്തിനകത്തുനിന്ന് നമ്മളെടുത്തിട്ട്, അതായത് ഭീമസേനൻ ഹിഡിംബി കേട്ടിട്ടുണ്ടാവില്ലേ? ഹിഡിംബിയിൽ ഒരു മകനുണ്ട് ഭീമസേനൻ, കടോൽക്കജൻ. അപ്പം കടോൽക്കച്ചൻ്റെയും ഹിഡിംബിയുടെയും ഭീമൻ്റെയും ആ ഏരിയയാണ് കഥ. പക്ഷെ നമ്മളതിനെ പറഞ്ഞേക്കുന്നത് ഒരു അംബേദ്കറേറ്റ് പൊളിറ്റിക്സിൻ്റെ ബാക്കപ്പിലാണ് അത് പറഞ്ഞേക്കുന്നത്. അംബേദ്കർ പിന്നെ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ദലിത് പെൺകുട്ടിക്ക് അംബേദ്കർ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയായിട്ടും ഇടയ്ക്കിടയ്ക്ക് അംബേദ്കർ അതിനകത്തുനിന്ന് ഈ കഥയ്ക്കകത്ത് സംസാരിക്കുന്ന തരത്തിലാണ് നാടകം ചെയ്യുന്നത്. അപ്പോൾ ഈ നാടകത്തിന് പൊളിറ്റിക്സ് ഉണ്ട്, സ്വാഭാവികമായിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പോൾ പാർശ്വവൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെടുന്ന ആൾക്കാർക്ക് അവരുടേതായിട്ട് ജീവിതമുണ്ട്. ജീവിതം എപ്പോഴും നമ്മൾ മാർജിൻ്റെ ഇപ്പുറത്താണ്. നമുക്ക് മനസ്സിലാവില്ല ഇപ്പോഴും ഇത് പറയണമെന്നൊക്കെ ചോദിക്കും ആൾക്കാർ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്നിട്ട് പോലും പരമാവധി നമ്മളിതൊരു ആൾക്കാരുടെ ഇടയിലേക്ക് പോകുന്ന പ്രൊഫഷണൽ നാടകമാണ് എന്നുള്ളത് കൊണ്ട് ആരുടെയും വികാരങ്ങളെ, വിശ്വാസങ്ങളെ മുറിവേൽപ്പിക്കരുത്, ബോധപൂർവ്വം മുറിവേൽപ്പിക്കരുത്, പക്ഷേ ഫാക്റ്റ് പറയുകയും വേണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളിതിനെ കൈകാര്യം ചെയ്യുക. എന്നിട്ട് പോലും അതിനെ പ്രശ്നബാധിതമായിട്ട് എടുക്കുന്ന വാക്കുകൾക്കകത്ത് തൂങ്ങിയിട്ട് അതിനകത്ത് ഏകലവ്യൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്, കാലിൽ തൊടാൻ ആഞ്ഞവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ എൻ്റെ കാലിൽ തൊടണ്ട, നിന്നെ ഞാൻ പഠിപ്പിച്ചൊക്കെ തരാം, എൻ്റെ കാലിൽ തൊടണ്ട. മനുഷ്യൻ്റെ കാലിടേണ്ട കാര്യം എന്താണ്? ഈ ഒരാളെക്കാൾ എന്തോ മുന്തിയതാണെന്ന് കാണിക്കാൻ വേണ്ടി നടത്തുന്ന നാടകമാണ് എൻ്റെ അടുത്തത് വേണ്ട എന്നൊരു ഡയലോഗിനകത്ത് പറയുന്നുണ്ട്. ഇത് കുറച്ച് പേർക്ക് തോന്നുകയാണ് എന്താ പറയുക, കാലിൽ തൊടുന്ന ഒരു സംസ്കാരത്തെ ബോധപൂർവ്വം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പർപ്പസ്ഫുള്ളായിട്ട് എന്തോ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുകയാണെന്നാണ്. ഇപ്പോൾ വളരെ കുറച്ച് നമ്മൾ മൊത്തത്തിലുള്ള സിനിമാ പ്രേക്ഷകർ എടുത്തു നോക്കി കഴിഞ്ഞാൽ ശതമാനം കണക്കിൽ നാടക ആസ്വാദകരുടെ എണ്ണം ചിലപ്പം അത്ര ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവിടെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ബാക്കി എഴുത്തുകാർക്ക് ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാവും എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ്. സിനിമയ്ക്കൊക്കെ ഇതെല്ലാം ഉണ്ട് ഭയങ്കരമായിട്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതെ, മാത്രമല്ല ഇത് ഒരേ സമയം തന്നെ ഇതിന് പണം മുടക്കുന്ന ഒരു ആള് സേഫ് ആവണം. കാരണം അയാൾ ചിലപ്പോൾ ആൾക്ക് വലിയ ലാഭമില്ലെങ്കിലും ഈ മുടക്കുമുതൽ തിരിച്ചു. അടുത്ത വർഷം എന്നെ സംബന്ധിച്ച് ഇപ്പം അത് നിങ്ങൾ ചോദിച്ചു നല്ലൊരു ചോദ്യം കേട്ടോ. എന്നെ സംബന്ധിച്ച് പലപ്പോഴും എൻ്റെ അടുത്ത് ആൾക്കാർ നാടകം സജീവമായിട്ട് എഴുതി വന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ പോകുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ഒരു സംവാദത്തിലോ മുഖാമുഖത്തിലോ ഒക്കെ നാടക ആസ്വാദകരൊക്കെ ചോദിക്കാറുണ്ട്, നാടകം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നിങ്ങളുടെ കൺസെപ്റ്റ് അനുസരിച്ചെന്നൊരു ചോദ്യം വരാറുണ്ട്. നാടകം പ്രേക്ഷകന് വേണ്ടിയിട്ടുള്ള ആസ് എ പ്രൊഫഷണൽ പ്ലേ റൈറ്റ് എൻ്റെ പ്രൈമറി കൺസേൺ പ്രൊഡ്യൂസറാണ്. കാരണം പ്രേക്ഷകൻ അവിടെ ഉണ്ടാവും.
നാടകവും അവിടെ ഉണ്ടാവും. പക്ഷെ പ്രൊഫഷണൽ നാടകം വേണമെങ്കിൽ പ്രൊഡ്യൂസർ വേണം. അമേറ്റർ നാടകത്തിന് ഈ പ്രശ്നമില്ല, വേറൊരു നാടകത്തിന് ഈ പ്രശ്നമില്ല, ഒരു എക്സ്പെരിമെൻ്റൽ നാടകത്തിന്, ഒരു പാർട്ടി നാടകത്തിന്, ഒരു പൊളിറ്റിക്കൽ നാടകത്തിനകത്തോ ഒരു ചൊല്ലിക്കാഴ്ചയ്ക്ക് ഈ പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ഉത്സവപ്പറമ്പിലോ വേറൊരു സ്ഥലത്തിലോ സ്റ്റേജിലോ ക്ലബിലോ പ്രൊഫഷണൽ നാടകം പൈസ കൊടുത്ത് വെക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു പ്രൊഫഷണൽ നാടകം വൃത്തിയായി ചെയ്യാൻ കേരളത്തിൽ ഒരു 10 ലക്ഷം 12 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവുണ്ട്. ജെബിൻ 12 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ അടുത്ത വർഷം ജെബിന് ഇല്ലാതായിട്ട് എൻ്റെ ആശയം കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് ജെബിൻ നശിച്ചിട്ട് അതിൻ്റെ മേലെ എൻ്റെ ആശയം പ്രദർശിപ്പിക്കാൻ ഞാൻ പ്രൊഫഷണൽ റൈറ്റർ ആയിരിക്കുന്നിടത്തോളം പറ്റില്ല. നമുക്ക് അവരുടെ ഒരു കഷ്ടപ്പാടുകളും അവര് നമ്മളിൽ അർപ്പിക്കുന്ന ഒരു വിശ്വാസത്തിനും നമ്മളൊരു വില കാണുന്നുണ്ട്. കണ്ടേ പറ്റൂ. അതെ അതെ. എന്താ പറയുക, നാളെ ജെബിൻ ഇല്ലെങ്കിൽ ഞാൻ ആർക്കും വേണ്ടി നാടകം. അതെ 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 അതെ. ഇപ്പം പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ അവിടെ ആളില്ല. അതെ. ഇപ്പം നിങ്ങൾ നിലനിൽക്കണം എന്ന് കരുതിയിട്ട് മാത്രമല്ല, ഈ നാടകത്തിന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടകം ഇനീഷ്യലി വലിയൊരു എമൗണ്ട് നമ്മളൊരു അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതെ. ഇപ്പം നമ്മളൊരു ചില കാര്യങ്ങൾ പറയുന്ന പോലെ ഒരു 30-40 സ്റ്റേജെങ്കിലൊക്കെ കളിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് മുടക്ക് മുതലിന്റെ ഒരു ചെറിയ ഭാഗങ്ങൾ അയാൾക്ക് തിരിച്ചു കിട്ടുന്നത്. പോരാ, അത്രയും പോരാ. അപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ഒരു 80 സ്റ്റേജുകൾ ഒരു ഭേദപ്പെട്ട എമൗണ്ടിൽ കളിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് പ്രൊഡക്ഷൻ എമൗണ്ട് തിരിച്ചു കിട്ടുള്ളൂ. പിന്നെ 100 പ്രോഗ്രാമാണ് യഥാർത്ഥത്തിൽ. അപ്പം ഒരു 100 പ്രോഗ്രാമിന് മുകളിൽ കളിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ നാടകം ഒരു രക്ഷപ്പെട്ട നാടകമാണ്. ഒരു 130, 140, 120 സ്റ്റേജിന് മുകളിൽ കഴിഞ്ഞാൽ അതൊരു ഹിറ്റ് നാടകമായിട്ട് കൂട്ടുന്നൊരു കാലമാണ്. 200 പോയി കഴിഞ്ഞാൽ അത് ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. കാരണം നാടകം ഒരു ചെറിയ ബ്ലോക്ക് ബസ്റ്റർ ഒക്കെ പറക്കുന്നത് അങ്ങനെയാണ്. 200 സ്റ്റേജിന് മീതെ പോവുകയാണ് ഒക്കെ ആകുമ്പോൾ അതൊരു വലിയ ക്യാൻവാസിലുള്ള. അതെ അതെ. നാടകത്തിന്റെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ പലപ്പോഴും ഈ മുഹാദിനെ സംബന്ധിച്ച് മുഹാദ് എല്ലാ തരത്തിലും എല്ലാ ശൈലിയിലുമുള്ള നാടകങ്ങൾ എഴുതുന്നുണ്ട്. അമച്ചർ നാടകങ്ങൾ എഴുതുന്നുണ്ട്, പ്രൊഫഷണൽ നാടകങ്ങൾ എഴുതുന്നുണ്ട്. ഒരു കാലത്ത് കേരളത്തിൽ നാടക പരീക്ഷണങ്ങൾ ഒരുപാട് നടന്നിരുന്നു. അപ്പോൾ ഈ കോഴിക്കോട് നാടകവേദിയെ പ്രതിനിധീകരിക്കുന്ന പലരും, ഈവൻ ഒരു സമയത്ത് നമ്മുടെ അനശ്വരനായ നമ്മുടെ നടനും താരവും ഒക്കെ ആയിരുന്ന മാമുക്കോയ ഒരു സമയത്ത് പറഞ്ഞിരുന്നു, ഈ തിരുവനന്തപുരം നാടകം വേദി പുള്ളി ഉദ്ദേശിക്കുന്നത് ഈ പരീക്ഷണ നാടകങ്ങളൊക്കെ ഒരുപാട് കൊണ്ടുവന്ന കാവാലടക്കമുള്ള, നമ്മളൊരു പ്രത്യേക ഇതിനെ പറയുന്നല്ല, പക്ഷേ ഈ നാടകവേദി ആണ് കേരളത്തിലെ നാടകത്തിനെ മൊത്തം നശിപ്പിച്ചു എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. അത് പലപ്പോഴും പലരും പറയാറുണ്ട്. ഇപ്പോൾ അവൻ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ മാത്രമല്ല, ഈ മിമിക്രിക്കാർക്കും അതിലൊരു വലിയ പങ്കുണ്ട്. അവർ ഈ പ്രൊഫഷണൽ നാടകങ്ങളെ എക്സാജറേറ്റ് ചെയ്ത് നമ്മളൊരു കാര്യം തമാശ കലർത്താൻ പലപ്പോഴും ഒരു പരിഹസിക്കും. ഈ പരിഹാസത്തിന്റെ അളവ് കൂടി പോകുമ്പോൾ പ്രൊഫഷണൽ നാടകം എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരം പറയുന്ന പോലെ അച്ചാമക ഡയലോഗും അങ്ങനെയുള്ളൊരു രസകരമായൊരു ശൈലിയൊക്കെ പറയുമ്പോൾ ഇവര് ഇതേ സമയം തന്നെ ആർക്കും മനസ്സിലാക്കാത്ത തരത്തിൽ സ്കൂൾ ഓഫ് ഡ്രാമ ടൈപ്പ് നാടകങ്ങൾ വരുന്നു, കാവാലത്തിന്റെ പാട്ട് തനത് നാടകങ്ങൾ വരുന്നു. അപ്പൊ ഇതൊക്കെ കൂടി വരുമ്പോൾ ഇവരൊക്കെ കൂടിയാണ് കോഴിക്കോട് നിന്ന് കൊണ്ടുവന്ന KT മുഹമ്മദും തിക്കൊടിയനും അടക്കമുള്ള നാടകക്കാർ കൊണ്ടുവന്ന ഒരു കൾച്ചറിനെ ഈ വിഭാഗം നശിപ്പിച്ചു എന്നുള്ളൊരു ആരോപണം കുറെ പേര് പറഞ്ഞിരുന്നു. മാമുക്കോയുടെ എനിക്ക് തോന്നുന്നു താഹമാടായിരെ ഒരു പ്രശസ്തമായ ഇന്റർവ്യൂ അതിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ്. അപ്പോൾ നാടകത്തെ പ്രണയിക്കുന്ന ഒരാളെന്ന രീതിയിൽ കേരളത്തില് എല്ലാത്തരം നാടക ശൈലികളും നമ്മൾ ആസ്വദിക്കണം, അല്ലെങ്കിൽ എല്ലാവരും വരട്ടെ. നമ്മളീ പറയുന്ന പോലെ പലതരം പുഴകൾ ഒഴുകുമ്പോഴാണല്ലോ ഒരു കടലിനൊരു ഭംഗി ഉണ്ടാവുന്നത്. അപ്പൊ എന്താണ് അതിനോടുള്ള ഒരു കാഴ്ചപ്പാട്? മാമുക്കോയെ പോലെയുള്ള വളരെ എന്താ പറയുക, ഈ കലാരംഗത്തും സാംസ്കാരിക രംഗത്തും ഭയങ്കര ബോധമുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഖണ്ഡിക്കാനും ഞാനില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ ആശയത്തിൻ്റെ അർത്ഥം പുറമേ ജനങ്ങൾക്ക് മനസ്സിലായതിൽ എനിക്കൊരു എതിരഭിപ്രായമുള്ളത്. ഇപ്പോൾ ഈ സിനിമ ഇങ്ങനെ ആയിരിക്കണം എന്ന് എവിടെയും നിയമമില്ല ഉണ്ടോ? സിനിമയെ സംബന്ധിച്ച് ഞാൻ നാടകത്തിലേക്ക് വരാം. സിനിമ മാത്രമല്ല, ജോണറുകൾ, ഒന്ന് ജോണർ, 2 ട്രീറ്റ്മെന്റ് മെത്തേഡുകൾ, വിപണന സാധ്യതകളിലെ ഏറ്റക്കുറച്ചിൽ, ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു പ്രത്യേക തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു പരീക്ഷണാത്മകമായ നാടകങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ഇറങ്ങി അവർ അക്കാഡമിക്കലി നാടകം പഠിച്ചവർ പുച്ഛിക്കേണ്ട കാര്യമൊന്നുമില്ല, അവർ കഷ്ടപ്പെട്ട് നാടകം പഠിച്ചതാണ്. പക്ഷേ അവരുണ്ടാക്കുന്ന നാടകം ഞാൻ പോയി നിർബന്ധപൂർവ്വം കണ്ടിട്ട് ഞാൻ അതിനകത്ത് അഭിപ്രായം രേഖപ്പെടുത്തിയേ പറ്റുന്ന നിർബന്ധം പിടിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് പ്രൊഫഷണൽ നാടകം ഇഷ്ടപ്പെടുന്നില്ല, പ്രൊഫഷണൽ നാടകം ഇഷ്ടപ്പെടാത്ത 1000 പേര് ഇവിടെ ഉണ്ട്, 10,000 പേര് ഇവിടെ ഉണ്ടെന്ന് കൂട്ടിക്കോ. പക്ഷേ പ്രൊഫഷണൽ നാടകം ഇഷ്ടപ്പെടുന്ന 5 ലക്ഷം പേരുണ്ടാവും. പ്രൊഫഷണൽ നാടകത്തിനകത്ത് തന്നെ ഏതെല്ലാം തരത്തിലുള്ള എക്സ്പെരിമെൻറ്റുകൾ വന്നിട്ട് എന്താണെന്നറിയാമോ, നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ആർട്ട് ഫോം, അത് കലയിലൊരു വരേണ്യത. യഥാർത്ഥത്തിൽ ഇത് കലയിലെ ജാതിവ്യവസ്ഥയാണ്, കലയിലെ പ്യൂരിറ്റൻ വാദമാണ്. ഞങ്ങൾ കുറച്ച് പേർക്ക് കലയിലെ ചില പ്രത്യേക കാര്യങ്ങൾ കൂടുതലായി അറിയാവുന്ന പ്രത്യേക സിദ്ധികളുള്ള വരേണ്യ ബോധം, കലയിൽ ബോധത്തിലെ വരേണ്ടതാണ് കേട്ടോ പറയുന്നത്, ഉള്ള ആളാണ് ഞങ്ങൾക്ക് ചില പ്രത്യേക ബുദ്ധി കൂടിയ കാര്യങ്ങൾ മനസ്സിലാകുന്നവരാണ് ഞങ്ങൾ എന്ന്
ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിലെ കലയെപ്പറ്റി വിചാരിക്കുന്നു, ജെബിൻ്റെ ആർട്ടിനെ ഞാൻ പുച്ഛത്തോടെ കാണുന്നു. പ്യൂവർ ജാതി ചിന്ത തന്നെയാണത്. കലയിലെ ജാതി ചിന്തയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. നമ്മൾ പറയുന്നത് മാത്രമാണ് ശരി. അത് ഇതിനകത്തൊരു കാര്യമുണ്ട്. നമ്മൾ വ്യത്യസ്തത എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ജെബിൻ്റെ ആർട്ടിനെ ഇവിടെ അവതരിപ്പിക്കാനും അതിനെ ഇഷ്ടപ്പെടാൻ അവകാശമുണ്ട്. എനിക്കത് ഇഷ്ടപ്പെടാതിരിക്കാൻ അവകാശമുണ്ട്. പക്ഷേ ആർട്ടിനെ കൊല്ലുന്നത് ജെബിനാണെന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. അതൊന്ന്. രണ്ട്, ഇനി അമേറ്റർ പ്രൊഫഷണൽ കാര്യം ഞാൻ പറഞ്ഞുതരാം. പിന്നെ അദ്ദേഹം പറഞ്ഞത് KT മുഹമ്മദാണ് കേരളത്തിലെ ലൈഫ് നാടകങ്ങൾ നമ്മൾ പറയും ജീവിതമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നത്. KT-യോളം അത് എഴുതിയ ഒരാൾ കാണില്ല. ആ പറഞ്ഞ വാദം നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. KT-യോളം ലൈഫിനെ ലൈഫായി കണ്ട, അല്ലെങ്കിൽ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ അത്രയും ലളിതമായി നാടകീയ ഭാഷകളെല്ലാം ഉപേക്ഷിച്ചിട്ട് എഴുതിയ ഒരാളാണ് KT. അത് KT-യുടെ ശൈലിയാണ്. ഭാസി സാറിൻ്റെ വേറൊരു രീതിയാണ്. ഭാസി സാർ കുറച്ചുകൂടി പൊളിറ്റിക്കലായിട്ട്, ഭാസി സാർ കുറച്ചുകൂടി കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു പ്രചരണോട് മുൻകണ്ട് എഴുതി. NM പിള്ള സാറ് ലാംഗ്വേജിൽ വളരെ ഇംഗ്ലീഷ് ഗംഭീരമായിട്ട് അറിയാവുന്ന ആളായിരുന്നു. ലോക നാടകങ്ങളെല്ലാം വായിച്ചിട്ടുള്ള ആളാണ്. എങ്ങനെ ലോക നാടകത്തെ മലയാളത്തിലേക്ക് കൊണ്ടുവരാമെന്ന് ഓരോ നാടകത്തിലും മാറി മാറി അദ്ദേഹത്തിൻ്റെ ലോക നാടക പരിചയം കൊണ്ട് പരീക്ഷിച്ച ആളാണ്. കാവാലൻ സാറ് തനത് നാടകത്തിൻ്റെ ഒരു പരിപാടി ഇവിടെ കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി കൊണ്ടുവരുന്നു. ഇവിടെ ഒന്നൊന്നിനേക്കാൾ മികച്ചതാണ്, അല്ലെങ്കിൽ നമ്മുടേത് മികച്ചതാണെന്ന് പറയുന്നത്, നമ്മുടെ ജാതി മികച്ചതാണെന്ന് പറയുന്നത് പോലെയുള്ളൊരു വാദമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രണ്ട്, പ്രൊഫഷണൽ നാടകങ്ങളെ പൊതുവേ പറയുന്ന, നേരത്തെ ജെബിൻ ആൾക്കാർ പരിഹസിച്ച് പറയും അച്ചാമക നാടകങ്ങളെന്ന് പറയും. പ്രൊഫഷണൽ നാടകവേദി പൊതുവേ പറയാൻ ശ്രമിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഞാനും ജെബിനും അടങ്ങുന്ന മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ ലോകത്തുള്ള മനുഷ്യർ, നമുക്കറിയാവുന്ന മനുഷ്യരിൽ 95% കുടുംബം എന്ന് പറഞ്ഞ എസ്റ്റാബ്ലിഷ്മെൻ്റിൻ്റെ പാർട്ടാണ്. അതെ. അച്ഛനില്ലാത്തവരും അമ്മയില്ലാത്തവരും കുടുംബമില്ലാത്തവരും സഹോദരനില്ലാത്തവരും സഹോദരി ഇല്ലാത്തവരുമായിട്ട് മനുഷ്യരില്ല. ഏതെങ്കിലും ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇവൻ ഇല്ലാത്തതിൻ്റെ വേദന അനുഭവിക്കുന്നവനെങ്കിലും ആയിരിക്കും. ഇപ്പം എനിക്കിതൊന്നും ഇല്ലെങ്കിൽ ഇതുണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നവനും കൂടിയായിരിക്കും. അപ്പം മനുഷ്യൻ്റെ കഥയാണ് നമ്മൾ പറയുന്നത്. അതിനകത്തൊന്നും ഒരു കൾച്ചറിലൊരു കഥ പറയുമ്പോൾ നമ്മൾ കുടുംബത്തിനകത്തുനിന്ന് പറയും. രണ്ട്, ഒരിടത്ത് സെറ്റ് ചെയ്ത് ഒരു അമേറ്റർ നാടകം കളിക്കുകയാണ്, ഒറ്റ സ്റ്റേജിന് വേണ്ടി കളിക്കുകയാണ്. 35 ആർട്ടിസ്റ്റുകളെ വെച്ച്, ഇപ്പോൾ ദീപൻ ചേട്ടനൊക്കെ, ദീപൻ ശിവരാമനൊക്കെ കസാക്ക് ഗംഭീരമായി ചെയ്തു. അത്രയും ആർട്ടിസ്റ്റുകൾ വെച്ച് അത്രയും സ്പേസ് ഒരുക്കി. അവിടെ പ്രൊഫഷണൽ നാടകക്കാരൻ ചിലപ്പം ഇതേ ആശയം പ്രൊഫഷണൽ നാടകക്കാരൻ അവൻ 4 ആണ് 2 പെണ്ണ് എന്നാണ് നമുക്ക് റൈറ്റർക്ക് കിട്ടുന്ന റിസോഴ്സ്. 4 ആണിലും 2 പെണ്ണിലും വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരു 10-12 2-3 വേഷങ്ങളൊക്കെ മാറി ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ബാലൻസിങ് നടക്കുള്ളൂ, എങ്കിലും നിൽക്കത്തുള്ളൂ. ഒരു ആശയം, ഇപ്പോൾ ഉദാഹരണം ഇപ്പം ജാതി വ്യവസ്ഥ എന്ന് പറയുന്നൊരു ആശയം, അപ്പോൾ നമ്മളങ്ങനെ പൊളിറ്റിക്കലായിട്ട് സംസാരിച്ചിട്ടാണ്. ഒരു അമേറ്റർ നാടകം ജാതി വ്യവസ്ഥയുടെ ദൂഷ്യവശങ്ങളെ പറ്റി പറയുന്നു. ഈ അമേറ്റർ നാടകം അതിഗംഭീരമാണ്. അവർ വളരെ കുറച്ച് ഇൻ്റലക്ച്വലായിട്ടാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ റെസ്പെക്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ അമേറ്റർ നാടകം ചെയ്യുന്ന ആളാണ്. ഒരു അമേറ്റർ നാടകത്തിന് കേരളത്തിൽ ഒരു 10 സ്റ്റേജ് 15 സ്റ്റേജ് 20 സ്റ്റേജ് ആയിരിക്കും അവർക്ക് അങ്ങേയറ്റം. കൂടുന്ന 2-3 സ്റ്റേജുകളാണ്. കൂടുതൽ ചെയ്യുന്നവരുണ്ടാവും, ഇല്ലെന്ന് പറയില്ല. ഒരു സ്റ്റേജിൽ ഒരു 250 പേരെ വെച്ചിട്ട് അവരിത് കാണിക്കുന്നുണ്ടാവും. ഈ വന്നിരിക്കുന്ന 250 പേരും പൊളിറ്റിക്കലാണ്. അവർക്ക് ഈ വിഷയം ഈ നാടകക്കാർ പറയാതെ അറിയാം. അവിടെ വന്നിരിക്കുന്ന ഒരു 10% ആൾക്കാർ മാത്രമായിരിക്കും ഈ വിഷയത്തിൽ ഫ്രഷർ, പുതിയ കിട്ടുന്നു. അതേസമയം നമ്മൾ പ്രൊഫഷണൽ നാടക പ്രവർത്തകർ സാധാരണ മനുഷ്യരുടെ മുമ്പിൽ, രാവിലെ ജോലിക്ക് പോയിട്ട് വന്ന സാധാരണക്കാരായ തൊഴിലാളികളുടെ മുമ്പിൽ, അല്ലെങ്കിൽ പണിക്കാരായ മനുഷ്യരുടെ മുമ്പിൽ, കച്ചവടം ചെയ്യുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ മുമ്പിൽ അവർ പണി കഴിഞ്ഞ് വന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉത്സവപ്പറമ്പിലേക്കോ മറ്റൊരു സ്ഥലത്തേക്കോ വന്നിരിക്കുക. അവനൊരു 500 പേര് അല്ലെങ്കിൽ 300 പേര് ഇരിക്കുന്നു. 300 പേര് മുമ്പിലേക്ക് നമ്മൾ ഈ കഥ അവതരിപ്പിക്കുന്നു. ഇങ്ങനെ നമ്മളൊരു ശരാശരി 120 നാടകത്തിന് മുകളിൽ വിജയിച്ച എല്ലാ നാടകവും കളിക്കും. ഒരു 150 സ്റ്റേജ് കളിച്ചു. 150 × 300 എന്ന് കൂട്ടുമ്പം തന്നെ ഏകദേശം എനിക്ക് കണക്ക് എത്ര വലിയല്ല, 45,000 പേര് മുകളിലായില്ലേ. 45,000 4.5 ലക്ഷം, എനിക്ക് ഓർമ്മയില്ല. അത്രയും വലിയ ഹ്യൂജ് ഓഡിയൻസിൻ്റെ മുമ്പിലേക്ക് ഇതേ വിഷയം നമ്മൾ ഒരു കുടുംബത്തിനെ വെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു കാണിക്കുകയാണ്. ആരാണ് ഒരാശയം ഫലപ്രദമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഈ ചോദ്യത്തിനൊരു ഉത്തരം ഞാൻ പറയേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരം കേരളത്തിൽ എല്ലാവരും ഒരു കാലത്ത് ഒന്നുകിൽ സ്നേഹിക്കുക അല്ലെങ്കിൽ പേടിക്കുക എന്നുള്ള രീതിയിൽ കണ്ടിരുന്ന KPSC എന്ന് പറഞ്ഞിട്ടുള്ളൊരു നാടക പ്രസ്ഥാനമാണ്. കാരണം ഒരു നാടിനെ മാറ്റിയെടുക്കാൻ ഒരു നാടക സമിതി മതി എന്ന് പറയുന്ന, അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. കാരണം അവരെ ആ രീതിയിലാണ് അവരുടെ ഒരു ആശയം. ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ. ഇത് പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തള്ളു എന്ന് തോന്നൂലെങ്കിൽ ഉദാഹരണം, ഇപ്പം എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നാടകം, ഞാനിപ്പം അത് വാങ്ങിയിട്ടാണ് വരുന്നത്. അപ്പം മികച്ച രചന കിട്ടി ലക്ഷ്മണരേഖ എന്ന് പറയുന്ന നാടകമാണ്. അതിനകത്ത് 40 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീ, ഒരു വീട്ടമ്മ, അതുവരെ അവർക്ക് വേറെ സ്വപ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരൊരു ഫ്രണ്ടിനെ കണ്ട് മോഹിച്ചിട്ട് അവർക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹം തോന്നുന്നു. ഒരു സാധാ വീട്ടമ്മയ്ക്ക് അവർ ജോലിക്ക് പോകാൻ അവർ ആഗ്രഹിക്കുന്നത് മുതൽ അവർക്ക് ചുറ്റുമുള്ള മുഴുവൻ ലോകവും മാറുകയാണ്. ഇത് ജോലിക്ക് പോകുന്ന
ഒരുപാട് ലക്ഷക്കണക്കിന് മനുഷ്യരിവിടെ ഉണ്ട്, പക്ഷേ അതല്ലാത്ത ലക്ഷക്കണക്കിന് കുടുംബങ്ങളിവിടെ ഉണ്ട്. ഇതാണ് എൻ്റെ നാടകത്തിൻ്റെ ബേസ് സബ്ജക്റ്റ്. കുറച്ച് റിമോട്ടായ ഒരു സ്ഥലത്ത് നാടകത്തിന് ഈ കഴിഞ്ഞ വർഷത്തെ മികച്ച രചനയ്ക്കുള്ള നാടകരചനയ്ക്കും മികച്ച നടിക്കും അതിനാണ് സംഗീത അക്കാദമിയുടെ അവാർഡ് കിട്ടിയത്. അപ്പോൾ ഇത് വളരെ ലളിതമാണ്. ഈ നാടകം ഇപ്പം ഒരു സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു നാടകം നമ്മൾ അമേറ്റർ ഒരു എക്സ്പെരിമെൻ്റൽ രീതിയിലൊരു നാടകം ചെയ്യുന്നു. ഇത് 10 സ്ഥലത്ത് നമ്മൾ കളിക്കും. ഒരു നാടകം 10 സ്ഥലത്ത് ബൃഹത്തായ രീതിയിൽ കളിക്കുന്നു. നാടകം കാണാൻ വേണ്ടിയിട്ട് 500 പേര് വരുന്നു, അല്ലെങ്കിൽ 300 പേര് വരുന്നു. ഈ 300 പേർക്കും ഇവിടെ ജെൻഡർ ഇക്വാളിറ്റിയെപ്പറ്റി ബോധമുള്ളവരാണ് ആ നാടകം കാണാൻ വരുന്നത്, അല്ലേ? പക്ഷെ ഒരു പ്രൊഫഷണൽ നാടകക്കാരൻ, ഞങ്ങൾ ഈ ലക്ഷ്മണരേഖ എന്ന് പറയുന്ന നാടകം സാധാരണക്കാരായ മനുഷ്യൻ, ജെൻഡർ ഇക്വാലിറ്റി, പിന്നെ നിനക്കിനി ജോലിക്ക് കൂടെ പോയിട്ട് മതി, അവിടെ ഇരുന്നാൽ മതി എന്ന് പറയുന്ന സാധാരണക്കാരായ തൊഴിലാളി വന്നിരുന്ന് കാണുകയാണ്. അപ്പം അവന് വൈഫ് ഞാൻ എൻ്റെ അടുത്തും പറഞ്ഞായിരുന്നില്ലേ, ഞാനും ജോലിക്കൊന്നും വിട്ടില്ല എന്ന് തോന്നുന്നതെങ്കിൽ കഥാർസിസ് സംഭവിക്കുന്നത് ആദ്യത്തേലല്ല, രണ്ടാമത്തേലാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കോമൺ മാനാണ് ഈ നാടകം കാണാൻ വന്നിരിക്കുന്നത്. ഇത് എല്ലാ കലയിലും ഉണ്ട്. ഇപ്പോൾ സിനിമയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു ഓഫ് ബീറ്റ് സിനിമകൾ ചെയ്യുന്ന, അല്ലെങ്കിൽ കലാമൂല്യം എന്നാണ് പറയുക, കലാമൂല്യം ഇല്ല നമ്മൾ പറയുന്നില്ല, കലാമൂല്യമുള്ള സിനിമ, പക്ഷേ അപ്പോഴും ജനപ്രിയം എന്ന് പറയുന്നത് ഒരു തെറ്റല്ല. പൾപ്പ് ഫിക്ഷൻ തെറ്റല്ല. ഇപ്പോൾ ഇത് ഞാൻ പറയാൻ കാര്യം, എൻ്റെ ഒരു സുഹൃത്ത് ഒരാളിനെ വിളിച്ച് എന്നെ തരികയാണ്. ഇപ്പോൾ സിനിമയിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കിത് ഇപ്പം ഒരു ഇൻ്റർവ്യൂവിലൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന സാധനം. എന്നെ വിളിച്ച് തന്നിട്ട് അയാളുടെ വൈഫ് കഴിഞ്ഞ 6 വർഷമുണ്ട്. വൈഫ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞൊരു പെൺകുട്ടിയാണ്. അപ്പോൾ പുള്ളിക്ക് ടാപ്പിംഗ് ആണ്. അപ്പോൾ പുള്ളിക്ക് അങ്ങനെ ഒരു ചെറിയൊരു കോംപ്ലക്സ് ഇഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിക്ക് വൈഫ് എന്തെങ്കിലും എനിക്കൊന്ന് വീട്ടിൽ തന്നെ ഇരുന്ന് മടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഭയങ്കരമായിട്ട് പിന്നെ നീ ജോലിക്ക് വിട്ട് എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒരു ഇൻസെക്യൂരിറ്റീസ് സാധിച്ചിരിക്കുകയാണ്. ഈ പുള്ളി വൈഫിനെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ സ്ഥലത്തേക്ക്, അദ്ദേഹത്തിന് കഴിയുന്ന ഒരിടത്തേക്ക് ഞാനീ നാടകം കണ്ട് എനിക്ക് ഭയങ്കര ഷെയിമായിപ്പോയി എന്നുള്ള രീതി, പുള്ളിയുടെ ഭാഷയുടെ പറയാം, എനിക്ക് ഭയങ്കര മാനക്കേടായിപ്പോയി സാറേ, അത് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. അവൾ എൻ്റെ അടുത്ത് ഒരുപാട് തവണ ഇത് ഒരാൾ ഇങ്ങനെ ചെയ്തെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. നാടകൃത്ത് എഴുതിയ പേന അതിൻ്റെ മുന കൃത്യമായി കൊണ്ടു എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞത് എക്സ്പെരിമെൻ്റൽ നാടകക്കാർക്ക് ഒരു എലീറ്റായി വരേണ്യ ഒരു നാടകം എന്നുള്ള രീതിയിൽ അവർ കാണുന്ന നാടകം ഉണ്ടെങ്കിൽ, ഒരുപാട് അമേറ്റർകാരുണ്ട് കേട്ടോ. എല്ലാ നാടകങ്ങളും പ്രൊഫഷണൽ നാടകങ്ങൾ സ്ഥിരമായി വന്ന് കാണുകയും നമ്മളോട് ഗംഭീര അഭിപ്രായം പറയുകയും ചെയ്യുന്ന അതിഗംഭീരമായ അമേറ്റർ നാടക പ്രവർത്തകരൊക്കെ ഉണ്ട്. 3/4 പേരും അങ്ങനെയുള്ളവരാണ്. അല്ലാത്ത കുറച്ച് മനുഷ്യരുണ്ട്, വളരെ ന്യൂനപക്ഷം എല്ലാത്തിലും ഉണ്ടാവില്ല, അവരെ പറ്റി ഞാൻ പറയുന്നത്. അവർക്ക് അപ്പോൾ ഈ ആശയം എത്തിക്കുക എന്നുള്ള കാര്യത്തിനകത്ത് ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ഫലപ്രദമായി പണിയെടുക്കുന്നത് കേരളത്തിലെ കമേഴ്ഷ്യൽ നാടകവേദിയാണ്, പ്രൊഫഷണൽ നാടകം തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ സാഹിത്യത്തിലാണെങ്കിലും നമ്മൾ ആദ്യകാലത്ത് നമ്മൾ ചിലപ്പോൾ നമ്മുടെയൊക്കെ സമയത്താണെങ്കിൽ മാത്യു മറ്റം അല്ലെങ്കിൽ സുധാകർ മഹ്ലോദയം ഇവരൊക്കെ വായിച്ചു തുടങ്ങുന്നത് ബാലരമയിൽ നിന്ന്, ബാലരമ പൂമ്പാറ്റ തുടങ്ങിയ മാസികകളിൽ നിന്ന് നമ്മൾ ഇത് പിന്നെ ഒരു കൺവെർഷൻ വരുമ്പോൾ ആദ്യത്തെ ഒരു പടി കയറുന്നത് നമ്മൾ തീർച്ചയായിട്ടും മംഗളം തുടങ്ങിയിട്ടുള്ള വിളിക്കുന്നതായിരിക്കും. നമ്മൾ MT-യിലേക്ക് വരുന്നു, പത്മരാജനിലേക്ക് വരുന്നു, ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് OV വിജയനിലേക്ക് വരുന്നു, അവസാന സ്റ്റെപ്പിലായിരിക്കും നമ്മൾ ആനന്ദിലേക്ക്. നമ്മൾ ഇതിന് ഒറ്റയടിക്ക് ബ്രേക്ക് ചെയ്തിട്ട് ആനന്ദ് എടുത്തു കഴിഞ്ഞാൽ ആ പുസ്തകം ഒരു വരി വായിച്ചിട്ട് തിരിച്ചവിടെ തന്നെ കൊണ്ടുവച്ച് അങ്ങനെയുണ്ട്. നമ്മൾ ഈ അപ്പൊ അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് നാടകങ്ങളും. അത് ഈ പറയുന്നതിലും വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പം ഈ പറഞ്ഞ പ്രൊഫഷണൽ നാടകങ്ങൾ വീടിനകത്തുള്ള ഇഷ്യൂസ് മാത്രമല്ല കൈകാര്യം ചെയ്യുന്നത്. ഈ പറയുന്നവർ പ്രൊഫഷണൽ നാടകം കാണാതെ സംസാരിക്കുന്നവരാണ്. ഗംഭീരങ്ങളായ പ്രമേയങ്ങൾ പ്രൊഫഷണൽ നാടകം സംസാരിക്കുന്നുണ്ട്. മലയാള സിനിമ സംസാരിക്കാത്ത വിഷയങ്ങൾ പ്രൊഫഷണൽ നാടകം സംസാരിക്കുന്നുണ്ട്. പിന്നെ അമേറ്റർ നാടകങ്ങൾ കൈകാര്യം ചെയ്തിട്ടില്ലാത്ത വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. പലതരത്തിലുള്ള എക്സ്പെരിമെൻറ്റ്സ് പ്രൊഫഷണൽ നാടകത്തിനകത്ത് സംഭവിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ സമകാലികരായ ഹേമന്തൊക്കെ ഗംഭീരങ്ങളായ നാടകങ്ങൾ, വെർസറ്റൈലായിട്ടുള്ള നാടകങ്ങൾ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ആവുന്തറ, ഒരുപാട് ആൾക്കാർ ഈ നമ്മുടെ നടപ്പ് കാലത്തുള്ള റൈറ്റേഴ്സ് എല്ലാവരും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ, അല്ലാതെ വീടിനകത്തുള്ള വിശേഷങ്ങൾ മാത്രം വിളമ്പുകയല്ല കേരളത്തിലെ പ്രൊഫഷണൽ നാടകത്തിൻ്റെ. അതാണ് പലരും ധരിച്ചു വെച്ചേക്കുന്നത്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാനിപ്പോൾ ചെയ്ത വാർത്ത എന്ന് പറയുന്ന നാടകം, അമ്പലപ്പുഴ അക്ഷരജ്വാലയ്ക്ക് വേണ്ടി ചെയ്ത വാർത്ത എന്ന് പറയുന്ന നാടകം, ഗൾഫിൽ നിന്ന് വരുന്ന ഒരു പ്രവാസിയുടെ ഒറ്റ ദിവസമാണ് ആ നാടകം. 24 മണിക്കൂർ കൊണ്ട് സംഭവിക്കുകയാണ് കഥ. 2 മണിക്കൂർ കഥയെന്ന് പറയുന്നത് ഒരു വൈകുന്നേരം ഒരു ട്രെയിനിൽ ആരംഭിച്ച് പിറ്റുന്ന ഒരു ഹോസ്പിറ്റലിൽ അവസാനിക്കുന്ന തരത്തിൽ ഒരു ഘടനയാണ്. ഒരു വാർത്ത, മൊബൈലിൽ വരുന്ന ഒരു വാർത്ത ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യനെ കീഴ്മേൽ മറിക്കുന്നത് എന്നുള്ളതാണ് ആ നാടകം ചർച്ച ചെയ്യുന്നത്.
ആ നാടകത്തിനകത്ത് വളരെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഹ്യൂമാനിറ്റേറിയൻ പൊളിറ്റിക്സ് ഭയങ്കര കൈകാര്യം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് മീഡിയ അതിനെ കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് സോഷ്യൽ മീഡിയ അതിനെ കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് പൊളിറ്റീഷ്യൻസ് ഒരു ഇഷ്യൂവിനെ കൈകാര്യം ചെയ്യുന്നത്. ഇത് പക്ഷേ നമ്മൾ പറയുന്നത് ചിലപ്പോൾ വീടിനകത്ത് നിന്നുണ്ടായി, വീടിൻ്റെ ബേസിൽ നിന്നുണ്ടായിരിക്കും. അച്ഛൻ, അമ്മ, മക്കൾ, ഇത് മനുഷ്യരെല്ലാം അച്ഛനും അമ്മയും മക്കളും സഹോദരനും സഹോദരി ഇല്ലാത്തവരൊന്നും ഇല്ല ഇവിടെ. പിന്നെ എന്താ പറയുക, മനുഷ്യർ സംസാരിക്കില്ല. നമുക്കൊരു വിഷയം എപ്പോഴും റിലേറ്റ് ചെയ്യുന്നത് കുടുംബം എന്ന ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് പറയുമ്പോഴേ നമുക്ക് പെട്ടെന്ന് കണക്ട് ആവും. കുടുംബം അല്ലെങ്കിൽ സൊസൈറ്റി, ഇത് രണ്ടില്ല പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഈവൻ വിഷജീവി എന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര വിഷമാണ് കേട്ടാ, നമ്മൾ രണ്ടാമത്തെ വഴിയാണ് പറയുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റേ വഴി മോശമെന്നല്ല, അത് അതിൻ്റെ രീതിയാണ്. മറ്റേത് അതിൻ്റെ രീതിയാണ്. അതിന് അതിൻ്റേതായ റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കുകയും വേണം, എഫർട്ടിനെ റെസ്പെക്ട് ചെയ്യണം. കാരണം അക്കാഡമിക്കലായി കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ആ പഠനം കൂടി നാടകത്തിൽ ഉപയോഗിക്കുന്നവരാണ് അവർ. എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അമേച്ചർ പ്രൊഫഷണലിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അമേച്ചർ നാടകക്കാർ അവരുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളെല്ലാം വേറെ മേഖലകളിൽ ചെയ്തിട്ട് അവരുടെ ആനന്ദം, പാഷന് വേണ്ടിയിട്ട് അവരുടെ ആനന്ദമാണ് ആനന്ദത്തിൻ്റെ സമയമാണ് അവർ നാടകത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പ്രൊഫഷണൽ നാടക പ്രവർത്തകൻ അവൻ്റെ ജീവിതവും നാടകത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ വ്യത്യാസം. ഒരുത്തൻ ലൈഫ് ലോങ് അവൻ നാടകവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു, മറ്റേ ആൾ അയാളുടെ ജോലി ചെയ്തു, അല്ലെങ്കിൽ ബിസിനസ് ചെയ്തു, അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്തു, അല്ലെങ്കിൽ വേറൊരു പണിക്ക് പോയി അയാൾ തിരികെ വന്നിട്ട് അവിടെ നമുക്കൊരു കാര്യം ചെയ്യും, ഞായറാഴ്ചകൾ വൈകുന്നേരങ്ങൾ നമുക്ക് റിഹേഴ്സൽ വയ്ക്കാം, നമുക്ക് ഒരു ഗംഭീര പ്രൊഫഷണൽ നാടകം ചെയ്യാം. ഫ്രീ ടൈമുകളിൽ ഒത്തുകൂടി ഒരു അമേറ്റർ നാടകം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റൽ നാടകം ചെയ്യുന്നു, അത് ഒരു 5 സ്റ്റേജിൽ കളിക്കുന്നു. വലിയ കാര്യമാണ്, മനുഷ്യന് സമയം കിട്ടുന്ന വലിയ കാര്യമാണ്. പക്ഷേ അവൻ്റെ ജോലിയും നാടകത്തിലൂടെയാണ്, അവൻ്റെ അന്നം നാടകത്തിലൂടെ, അവൻ്റെ മക്കളെ വളർത്താൻ അവൻ ഉപയോഗിക്കുന്ന വഴി നാടകത്തിലൂടെ, അവൻ വീട്ടിൽ കൊണ്ടുപോയി 1 കിലോ അരി വാങ്ങിക്കൊണ്ട് പോകുന്നില്ല, ആ അരി വാങ്ങാൻ ഉപയോഗിക്കുന്ന കാശ് ഉണ്ടാക്കുന്നത് നാടകം എന്ന സങ്കേതത്തിലൂടെയെങ്കിൽ അടിമുടി നാടകത്തിലൂടെ ജീവിക്കുന്നത് പ്രൊഫഷണൽ നാടക പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും ഈ നാടകം എഴുതുന്ന ഒരാൾ സിനിമയിലേക്ക്, അതിൽ ഏറ്റവും വലിയ എനിക്കിഷ്ടപ്പെട്ടൊരു എഴുത്തുകാരൻ അതിൽ ബെന്നി പി നായരമ്പലം. ബെന്നി പി നായരമ്പലത്തിൻ്റെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു നാടകമായിരുന്നു. കാരണം ഒരു ചെറിയ സീക്വൻസ് വെച്ചിട്ടൊരു ക്ലൈമാക്സ് ഒക്കെ കൊണ്ടുപോകുന്നത് പിന്നീട് നമ്മൾ സിദ്ദിഖ് ലാലിൻ്റെ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നൊരു എനിക്ക് ഓർമ്മയിൽ ആ നാടകം വികലാംഗ വർഷമാണ് കുഞ്ഞിക്കുന്നായത്. എൻ്റെ വീട് പാവർട്ടിയാണ്, ഗുരുവായൂരടുത്ത്. അപ്പോൾ അവിടെ അപ്പച്ചൻ അധ്യാപകനായിരുന്നു. അപ്പോൾ അന്ന് അധ്യാപകരുടെ ഒരു സംഘം, ഈ കലാരസികന്മാരായിട്ടുള്ള അവരെല്ലാം കൂടി ചേർന്നിട്ട് പാവർട്ടി ആർട്സ് ക്ലബ്ബ് എന്നുള്ള പേരിൽ ഒരു ക്ലബ്ബ്, ഈ ക്ലബ്ബ് എല്ലാ മാസവും സ്കൂളിലെ സ്റ്റേജിൽ നാടകങ്ങൾ സംഘടിപ്പിക്കും. ഈ മഴ മാറി നിൽക്കുന്ന ഡിസംബർ തൊട്ട് മാർച്ച് വരെയുള്ള ഒരു ടൈമിലാണ് സിനിമ വരാറ്, ഏപ്രിലും കൂടി ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് രാജംപിതാവിനെ നേരിട്ട് കാണുന്നത്. ഞാനൊരു 4-5 പഠിക്കുമ്പോൾ രാജംപിതാവ് വന്നിട്ട് അവിടെ അന്ന് ഉടലോടെ ആ സ്റ്റേജിൽ നിന്ന് ലൈവായിട്ട്, അപ്പോൾ ഈ ഇന്ദ്രജാലം ഇറങ്ങിയിട്ടുണ്ട്, കാർലോസ് ഇറങ്ങിയിട്ടുണ്ട്. കാർലോസ് ഇറങ്ങുമ്പോഴും പുള്ളി നാടകമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് അപ്പം നമ്മൾ സിനിമ കാണുന്ന ഒരാളെ നമ്മൾ ഇവിടെ കാണുന്നു. രാജംപിതാവ് അഭിനയിച്ചൊരു നാടകം ഇതായിരുന്നു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഇദ്ദേഹം ഒരു ക്രിസ്ത്യൻ ഫാമിലി. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രധാന ആളെ ഒരു വീഞ്ഞിൽ വിഷം കൊടുത്ത് കൊല്ലുന്നൊരു സീക്വൻസ്. എൻ്റെ കുട്ടിയായിരിക്കുമ്പോണ്ടാണ്, പക്ഷെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഈ വൈൻ ഗ്ലാസ് ഇങ്ങനെ മാറിപ്പോവും, വൈൻ ഗ്ലാസ് ഇങ്ങനെ മാറിപ്പോയിട്ട് രാജംപിതാവ് ഇപ്പൊ കുടിക്കും എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് പുള്ളി അത് എടാ മോനെ കൊച്ചനെ, പുള്ളിയുടെ സ്ഥിരസാരങ്ങളൊക്കെ അതുകൊണ്ട് നീ ഒന്ന് കുടിച്ചാടാ, പുള്ളിക്ക് അവർക്ക് എല്ലാവർക്കും അറിയാം ഇതിൽ വിഷം ഉണ്ടെന്നുള്ളത്. അതിങ്ങനെ മാറി പോകുന്ന ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ അടുത്തൊരു കഴിഞ്ഞ മഴവിൽ മനോരമയുടെ അവാർഡ് നൈറ്റിന് ബെന്നിച്ചേട്ടനെ കണ്ടപ്പോൾ എനിക്കത്ര അടുപ്പൊന്നുമില്ല, അപ്പോൾ സാറിന് വിളിക്കാവുന്ന ബന്ധം തന്നെയുള്ളൂ. പക്ഷെ എന്നാലും ഞാൻ അദ്ദേഹത്തോട് ഇത് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതമായിരുന്നു. ഞാൻ എന്നിട്ട് പറഞ്ഞു, റൈറ്ററായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പഴയ നാടകങ്ങൾ ഇപ്പോൾ സിനിമയ്ക്ക് എപ്പോഴും വീണ്ടും കാണാനുള്ളൊരു അവസരമുണ്ട്. ഇപ്പോൾ നാടകം ഇപ്പോൾ താങ്കൾ തന്നെ എഴുതിയ നാടകങ്ങൾ പുസ്തകമാക്കിയെങ്കിൽ മാത്രമാണ് അതിൽ പിന്നീട് എന്തെങ്കിലും ഒരു തലമുറയ്ക്ക് അതിനെപ്പറ്റി ഓർക്കാനോ ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു ഇതൊക്കെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അത് അദ്ദേഹത്തിൻ്റെ ഒരു വെർഷൻ, പലരും പിന്നെ അത് എടുത്ത് ഉപയോഗിച്ച് അതിനൊരു തോന്നിയ വിധത്തിലാക്കി കളയും അതിൻ്റെ അവതരണം. അതുകൊണ്ട് എനിക്ക് പേടിയാണ് സത്യത്തിൽ ചില കാര്യങ്ങൾ. അങ്ങനെ നാടകത്തിൽ നിന്ന് അദ്ദേഹം സിനിമയിലും പിന്നെ പ്രൂവ് ചെയ്തു. തീർച്ചയായിട്ടും സിനിമ സ്വപ്നങ്ങൾ 1-2 സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നല്ലൊരു നാടകത്തിൻ്റെ പോലെ ഒരു നല്ലൊരു സിനിമ എന്നുള്ളതിൽ കലയിൽ അങ്ങനെ നമുക്കൊരു മീറ്ററൊന്നും വെക്കാൻ പറ്റില്ല. നമ്മുടെ ഇഷ്ടങ്ങൾ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നൊക്കെ വേറെ തരത്തിലായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു മുഹാദ് വെമ്പായം എന്ന രചയിതാവിൽ നിന്ന് ഖനനം ചെയ്തെടുക്കേണ്ട ഒരു നല്ല സിനിമ സംഭവിക്കേണ്ടിയിരിക്കുന്നു. ആഗ്രഹം ഉണ്ട് സിനിമ ലോകത്ത് എഴുതുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. സിനിമ 1-2 സിനിമകൾ വന്നിട്ടുണ്ട്. ഞാൻ ട്യൂമൻ എന്ന് പറഞ്ഞ സിനിമയും അതൊരു പിന്നെന്താ പറയുക, ദുബായിൽ ഫുൾ മരുഭൂമിയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്.
പിന്നെ ഒന്ന് ഭാരത സർക്കസ് എന്ന് പറഞ്ഞ ബിനു പപ്പു, ജാഫർ ഇടുക്കി, ഷൈൻ ടോം ചാക്കോ ഒക്കെ ഉള്ള സോഹൻ സീനിലാൽ സംവിധാനം ചെയ്ത MA നിഷാദിക്കയാണ് അതിനകത്ത് ഒരു പ്രധാന നിർണായക വേഷം ചെയ്ത. അപ്പോൾ ഈ 2 സിനിമകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കൂടുതൽ നല്ല സിനിമകളിലേക്ക് എത്തിപ്പെടണമെന്നുള്ള ആഗ്രഹം സ്വാഭാവികമായിട്ട് ഉണ്ട്. പിന്നെ ഈ 2 എന്നെ സംബന്ധിച്ച് ചിലർ പറഞ്ഞ് ഞാൻ ഭയങ്കര ഡെഡിക്കേറ്റഡ് അല്ല, ഞാൻ ഭയങ്കര അലസനായിട്ടുള്ളൊരു വ്യക്തി ആണ്. ഞാനിപ്പോൾ ഈ വർഷം നാടകങ്ങളൊക്കെ കുറച്ച് എഴുതി. അല്ല, അലസനായിട്ടുള്ള വ്യക്തി എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലൈവായിട്ട് നിൽക്കുന്ന ആളായിട്ട് തോന്നിയില്ല. കാരണം ഈ വർഷം എത്ര നാടകം എഴുതി? ഈ വർഷം 7 നാടകങ്ങളും 2 നൃത്ത നാടകങ്ങളും. 7 നാടകങ്ങളും 2 നൃത്ത നാടകങ്ങളും എഴുതിയിട്ടുള്ള ഒരാൾ ഒരിക്കലും അലസനാണെന്ന് പറയാൻ പറ്റില്ല. അത് 7 എനിക്ക് തോന്നുന്നു 7 ജോണറായിരിക്കും ചിലപ്പോൾ. 6 ജോണർ എന്ന് പറയാം. 2 ഏതാണ്ട് ഒരേ ജോണറിലുള്ള 6 ജോണറിൽ 7 നാടകം, പിന്നെ 2 നൃത്ത നാടകം. നമ്മുടെ പഴയ ബാല എന്ന് രൂപാന്തരം സംഭവിച്ചിട്ടുള്ള നാടകങ്ങൾ, പുരാണ നാടകങ്ങളെന്ന് പറയാം കൃത്യമായി പറഞ്ഞു. അപ്പം അത്രയും നാടകങ്ങൾ എഴുതാൻ പേനയെടുക്കുന്ന, അതിനുവേണ്ടി അഹോരാത്രം ഗവേഷണം ചെയ്യുന്ന, അതിനെ പേനയിലേക്ക് വാക്കുകളിലേക്കൊക്കെ ആവാഹിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ഒരാൾ അലസനാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എൻ്റെ മൈൻഡിലുള്ള ഒരു പരിപാടിയാണ്. ഇനി ആഗ്രഹമുണ്ട് പടം എഴുതണം. അപ്പോൾ 2 ഈ പറഞ്ഞ പോലെ പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, പിന്നെ ഞാൻ ഈ 2 സിനിമകൾ എഴുതാൻ ശ്രമിച്ചിട്ടുള്ളതെന്ന് മനസ്സിലായൊരു കാര്യം, പിന്നെ സിനിമ എഴുതിനേക്കാൾ പാടാണ് നാടകം എഴുതാൻ എന്ന് പറഞ്ഞാൽ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരമായി പോകും എന്നുള്ളതാണ് ആ വാചകം ഞാൻ അങ്ങനെ ഫ്രെയിം ചെയ്ത്. അതായത് നാടകം എഴുതിനേക്കാൾ എന്താ പറയുക, നാടകത്തിനേക്കാൾ എളുപ്പമാണ് സിനിമ എഴുതാനെന്ന് പറയുന്നതിലൊരു ചെറിയ കേൾക്കുന്നവർക്കൊരു ബുദ്ധിമുട്ട് വരും. കാര്യം ഈ നാടകത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു 10 കർട്ടനുകൾ, 10 സെറ്റുകളായിരിക്കും ഇപ്പോൾ ഉണ്ടാകും. മുമ്പ് 1-2 സെറ്റുകൾ മാത്രം വെച്ചുള്ള നാടകങ്ങളായിരുന്നു. ഇപ്പം നമ്മുടെ നാടകങ്ങളിലൊക്കെ ഒരു 18 സീൻ, 20 സീനുകൾ. പ്രൊഫഷണൽ നാടകത്തിൽ നിന്ന് ഇതിൻ്റെ ഒരു കാണികൾ അല്ലെങ്കിൽ പ്രേക്ഷകർ അത്രയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം വളരെ വേഗത്തിലായി. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ നിന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ 20 സീക്വൻസുകൾ, 20 സീനുകൾ ആയിട്ടായിരിക്കും നാടകം ചെയ്തത്. മുമ്പ് 4 സീനാണ് നാടകം. അടുത്ത ഒരു ലൈറ്റ് ഓഫ് ഫുഡ് കൂടി. ഇപ്പം 22-23 ലൈറ്റ് ഓഫുകളാണ്. അത് മാത്രമല്ല, പണ്ട് എനിക്ക് തോന്നുന്നു 2.5 മണിക്കൂർ എടുത്തിട്ടൊക്കെ ഒരു നാടകം ഉണ്ടായിരുന്നു. അതിൽ ഇന്റർവെല്ലില്ല. ഞാനിപ്പോൾ കണ്ട ഏറ്റവും വലിയൊരു മാറ്റം ഇന്റർവെല്ലില്ല. മാത്രം 2 മണിക്കൂറിൽ നിർത്താൻ നമ്മൾ 2 മണിക്കൂർ നിർത്തണം, ശ്രമിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ സാധനങ്ങളെ ഇപ്പോൾ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു പടം ചിലപ്പോൾ 105 സീൻ, 110 സീൻ വരും. വളരെ വേഗത്തിൽ ഏത് സ്ഥലത്തേക്ക് വേണം നമുക്ക് കഥ കൊണ്ടുപോകാം. നാടകത്തിൽ ഈ ചുരുക്കം ലൊക്കേഷനുകളിലകത്ത് കഥ വന്ന് സംഭവിച്ചോളണം. വില്ലൻ വരാനുണ്ടെങ്കിൽ ഇതിനകത്ത് വന്ന് അവൻ പണിഞ്ഞോളണം. അവന് വേറെ വീട്ടിനകത്തൊരു ദുരന്തം വരാനുണ്ടെങ്കിൽ ഈ ഉള്ള സെറ്റിനകത്തേക്ക് ആ ദുരന്തത്തെ കൊണ്ടുവരിക. ഒരു വിശേഷം പറയാനുണ്ടെങ്കിൽ ഇന്റർകട്ടില്ല. ആ വിശേഷം പറയേണ്ട ആളൊരു കഥാപാത്രമായി വന്ന ഒരു ഫോണിലോ വന്ന് പറയണം. അപ്പോൾ ഇങ്ങനെയുള്ള ലിമിറ്റേഷനുകളിൽ നിന്നുകൊണ്ട് തന്നെയാണ് പ്രൊഫഷണൽ നാടക പ്രവർത്തകൻ നാടകം ചെയ്യുന്നത്. സിനിമയ്ക്ക് അത് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിനിമ എഴുതിനേക്കാൾ പാടാണ്, കുറച്ചുകൂടി അധ്വാനം വേണ്ടി വരുന്ന ഒരു കാര്യമായിട്ടാണ്. പരിമിതികളെല്ലാം മനസ്സിലാക്കി അപ്പം സാധ്യത കണ്ടെത്തണം. അപ്പോൾ ഈ നമ്മളിപ്പോൾ 5 നാടകം എഴുതുന്ന കൂട്ടി, ഇപ്പോൾ 7 എന്നുള്ള കുട്ടി 5 നാടകം ചെയ്യുന്നെങ്കിൽ തന്നെ ഒരു സിനിമ എഴുതാൻ നമ്മൾ കേട്ടിട്ടില്ലേ? ഇപ്പം ജബിൻ കേട്ടിട്ടുണ്ടാവും. 1.5 വർഷം ടൈം എടുത്താണ് ഞാൻ ആ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി. നോർമലാണത്, അത് വളരെ നോർമലാണ്. അല്ലെങ്കിൽ 2.5 വർഷം കൊണ്ട് ഞാൻ പോളിഷ് ചെയ്ത് ഒരു നാടകത്തിൻ്റെ സിനിമ പോലെ തന്നെ ത്രൂ ഔട്ട് കഥയുള്ള 2 മണിക്കൂർ വരുന്ന സംഭവ ബഹുലമായ തരത്തിൽ 2 മണിക്കൂർ വരുന്ന ഒരു കഥയുണ്ടാക്കാൻ ഇപ്പം എന്നെ പോലെയല്ല, എനിക്ക് തുല്യമായിട്ട് നിൽക്കുന്നൊരു മനുഷ്യന് മൊത്തം കിട്ടുന്ന 1 മാസം വരി. ഞങ്ങൾ ചിലപ്പോൾ 20-25 ദിവസം നമ്മൾ ടൈം ബോണ്ട് വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ നാടകം ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മളൊരു 2 ആഴ്ച കൊണ്ട്, ഒരു 10 ദിവസം 12 ദിവസം കൊണ്ടായിരിക്കും നമ്മളൊരു കഥ സെറ്റ് ചെയ്യുന്നത്. ത്രൂ ഔട്ട് കഥയുണ്ടാക്കി, കഥയിലെ കഥാപാത്രങ്ങൾ ഉണ്ടാക്കി, കഥാഗതി ഉണ്ടാക്കി, അതിനകത്തുള്ള ക്ലാഷസ് ഉണ്ടാക്കി, അതിനകത്തുള്ള കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാക്കി, ക്യാരക്ടർ ആർക്ക് പരിപാടികളെല്ലാം ചെയ്ത് ഇതിനെ നമ്മൾ ഈ 2 മണിക്കൂറുള്ള സ്ക്രിപ്റ്റ് ആക്കി എഴുതി ഇതിനെ റിഹേഴ്സലിൽ കൊടുക്കാൻ വേണ്ടി ഒരു റൈറ്റർക്ക്, സജീവമായി നിൽക്കുന്ന ഒരു റൈറ്റർക്ക് ചിലപ്പോൾ കിട്ടുന്നത് 1 മാസമായിരിക്കും. അതിൽ മാത്രമല്ല, അതിപ്പോൾ ആദ്യം നമുക്ക് തീർച്ചയായിട്ടും ഒരു 1 ലൈൻ കേൾപ്പിക്കേണ്ട അവസ്ഥ എന്തായാലും വരുമല്ലോ. കാരണം ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവും, സംവിധായകനുണ്ടാവും. അപ്പം അതിനനുസരിച്ച് ഇതിൻ്റെ പൊളിച്ചു പണിയിൽ വേണ്ടി വരും. അത് മാത്രം ചില ആൾക്കാർ ഓരോരുത്തരും ഓരോ രീതിയാണ് റൈറ്റേഴ്സിന്. ചിലർ പിന്നെ കഥ ഒരു ഐഡിയ കൊടുത്തിട്ട് പിന്നെ സ്ക്രിപ്റ്റ് വരുമ്പോൾ അറിഞ്ഞാൽ മതി എന്ന് പറയുന്നത്, അങ്ങനെ ഒരു രീതിയുള്ള ആൾക്കാരുണ്ട്. പലരും പല രീതിയിലാണ് എഴുതുന്നത്. ചിലർ അവിടെ വന്നിരുന്ന് എഴുതി ഒരു സീൻ കൊടുക്കുന്നു, അത് റിഹേഴ്സൽ നടക്കുമ്പോഴത്തെ അടുത്ത സീൻ കൊടുക്കുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ കുറ്റകൃത്യത്തിൽ പരമാവധി ആൾക്കാരെ പാർട്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതായത് നാടകം ഇപ്പോൾ നിങ്ങൾ പ്രൊഡ്യൂസറാണെങ്കിൽ ഈ കഥ എന്താണെന്ന് നിങ്ങൾ അറിയണം. അപ്പോൾ ഞാൻ കഥ നിങ്ങളോട് പറയും. കഥയ്ക്കകത്ത് ഫുള്ളായിട്ട് അതിൻ്റെ കഥയുടെ ഒരു 1 ലൈൻ ഉണ്ടാക്കിയിട്ട്, സിനോപ്സിസ് ഉണ്ടാക്കിയിട്ട്, പിന്നെ ഞാൻ സീൻ ഓർഡർ ഉണ്ടാക്കിയിട്ട് അത് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല, എങ്കിൽ 80% ഞാൻ ഫോളോ ചെയ്യും. ഒരു 22 സീനുകളുള്ള ആ സീനിലെ കണ്ടൻറ്റുകൾ സെപ്പറേറ്റ് നമ്മൾ സീൻ ഓർഡർ ആക്കി അത് നിങ്ങളെ അറിയിച്ചിട്ട് സ്ക്രിപ്റ്റും എഴുതി പരമാവധി ഞാൻ 90% സ്ക്രിപ്റ്റും പ്രൊഡ്യൂസറെ വായിച്ച് കേൾപ്പിച്ചിട്ട്
നാടകം തുടങ്ങും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റാലും തോറ്റാലും നമ്മൾ ഒരുമിച്ച്. അതെ അതെ. നാളെ നിങ്ങൾക്ക് എന്നെ വഴി നിർത്തിയിട്ട് എന്നെ മഴയെ തീർത്താൻ ഞാൻ സമ്മതിക്കില്ല. ഓരോ സ്റ്റെപ്പിലും ഞാൻ നിങ്ങളെ കൃത്യമായി കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. നമുക്ക് നിങ്ങൾക്ക് ഇടപെടാനുണ്ടായിരുന്നെങ്കിൽ ഇടപെടാം. അതെ, നിങ്ങൾ ഇടപെട്ടാൽ എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്. അതെ അതെ അതെ. അപ്പം നമ്മൾ ഈ ക്രൈമിനകത്ത് ഇവരെയും കൂടെ പാർട്ണറാക്കിയുള്ള ഒരു ഗുണം, നമ്മൾ എഴുത്തുകാരന് 1000 കുറവുണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. പ്രത്യേകിച്ച് നാടക റൈറ്ററെ സംബന്ധിച്ച് ഒരു റൂമിനകത്ത് അടച്ചിരുന്നു അവൻ ഒറ്റയ്ക്ക് അവൻ എടുക്കുന്ന തീരുമാനങ്ങളാണ്. പാളിപ്പോവും, പിഴച്ചു പോവും. അവൻ്റെ അറിവുകൾ, അവൻ്റെ അനുഭവങ്ങൾ, അവനാണ് ബോസ്. അവൻ്റെ ചിന്തയാണ് അവൻ എഴുതുന്നവനെല്ലാം ശരിയാണ്. പക്ഷെ നിങ്ങളിത് വായിക്കുമ്പോഴേ നിങ്ങൾ പറയുമ്പോഴായിരിക്കും ഞാൻ എൻ്റെ കുറവ് മനസ്സിലാവണത്. വേറൊരു വെർഷൻ പറയുകയാണെങ്കിൽ ഈ എഴുത്തുകാരൻ നമ്മൾ എഴുതുന്നു, ഞാനും ചെറിയ എഴുതുന്നു, എഴുതി കഴിയുന്നു, നമ്മളെ ഇതുപോലുള്ളൊരു ടീമിന് മുന്നിൽ നമ്മൾ എഴുതിയൊരു കാര്യം വായിച്ച് കേൾപ്പിക്കുന്നു. അവരതിലെ ചില അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ ചില തിരുത്തലുകൾ പറയുന്നു, നമ്മൾ തിരുത്തുന്നു. ഇവർ വിചാരിക്കുന്നത് ഇത് സ്വിച്ചിട്ട പോലെ തിരുത്താൻ പറ്റുന്നതാണ്. അതായത് നമ്മൾ അത്രയും ദിവസം എഴുതി വെക്കുന്ന ചില കാര്യങ്ങൾക്ക് പുറകെയുള്ള നമ്മുടെ ഒരു തപസ്സോ നമ്മുടെ ഒരു ഗവേഷണമോ നമ്മുടെ ഒരു ഉറക്കമൊഴിക്കലോ ഒന്നും ഇവരുടെ പരിഗണനയിലേ വരുന്നില്ല. വേറെ കോമഡി ചില സമയം ഈ പടവുമായി ബന്ധപ്പെട്ടൊക്കെ ചില സാധനങ്ങൾ പടമായാലും നാടകത്തിലായാലും ചിലപ്പോൾ നമ്മളറിയുമ്പോൾ ആ ക്യാരക്ടർ വെച്ചാലേ ഇന്ന പടം അല്ലെങ്കിൽ ഇന്ന നാടകത്തിൽ അല്ലെങ്കിൽ ഇന്ന സിനിമയിൽ ആ കഥാപാത്രം ഉണ്ട്, അത് ഒഴിവാക്കിയിട്ട് ഒരു കഥാപാത്രത്തിന് ഒരു കഥയിൽ നിന്ന് ഊരി മാറ്റണമെങ്കിൽ ഒരു എഴുത്തുകാരൻ നേരിടുന്ന പൊളിഞ്ഞില്ലേ ആടപ്പടലം പൊളി. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കണ്ണാടി പെട്ടി അടിക്കുകയോ ചെയ്യുമ്പോൾ ഗ്ലാസ് ഒരെണ്ണം പൊട്ടിയ സകലതും പോയി. നമ്മൾ കഥ പറയുന്ന സദസ്സിൽ കുറച്ചെങ്കിലും ബോധം ബുദ്ധിയുള്ള ആൾക്കാർ വേണം. ഇല്ലെങ്കിൽ ഈ വെറുതെ ഇതിൽ അഭിപ്രായം കേൾക്കാൻ വേണ്ടി ആരെങ്കിലും ഒരാളെ ചിലപ്പോൾ സംവിധായകനോ പ്രൊഡ്യൂസറോ വിളിച്ചുകൊണ്ട് വരും. ഈ വിളിച്ചുകൊണ്ട് വരുന്ന ആൾക്ക് സത്യത്തിൽ ഈ നാടകമായിട്ട് പുലബന്ധം പോലും ഉണ്ടായിരിക്കില്ല. എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ വിളിച്ചുകൊണ്ട് വന്ന ആളെ വിചാരിക്കുമെന്ന് കരുതി ഒരു ആവശ്യമില്ലാത്തൊരു അഭിപ്രായം പറയുക. അത് ശരിയാണ്. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മളിതിനെ അതിജീവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർ പ്രൊഡ്യൂസർ അടുത്ത് മാത്രം പറയാൻ പറ്റുന്ന നിങ്ങളുടെ അടുത്താണ് സംസാരിക്കാനുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്പേസിലേക്ക് ഏതൊരു എഴുത്തുകാരനും എത്തും. നിങ്ങളൊരു സ്കിൽഡായ ഒരാളാണ് എന്ന് സൊസൈറ്റിക്ക് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ജബിന് പറയാൻ പറ്റും ഞാനത് പിന്നെ നിങ്ങളുടെ അടുത്ത് കഥ പറയാം, നിങ്ങൾ മറ്റൊരാളോട് സംസാരിച്ചോ, അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞു, എനിക്കൊരു വിരോധമില്ല, നമുക്ക് തർക്കിക്കാം, നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥ വരും. പക്ഷേ ഇത് തുടക്കക്കാരായ എഴുത്തുകാർ ഇപ്പോഴും നേരിടുന്നുണ്ട് കേട്ടോ. തുടക്കക്കാരെ എല്ലാ എഴുത്തുകാരും നാടകൃത്തുക്കൾ എല്ലാവരും എല്ലാ മേഖലയിലും. കാരണം ഒരിക്കലും ഒരു ടെക്നിക്കൽ സൈഡ് പോലെ ഇപ്പം നമ്മളൊരു സ്പോർട്സ് പോലെ അല്ലെങ്കിൽ വേറൊരു മേഖല പോലെ നമ്മൾ ഇത്രയും അധ്വാനിച്ചു എന്നുള്ളൊരു ഏകകം വെച്ചിട്ട് അളക്കാൻ പറ്റുന്നൊരു സാധനമല്ലേ. അതായത് ജബിൻ്റെ ഒരു സ്ക്രിപ്റ്റിനകത്ത് എത്രത്തോളം പണിയെടുത്തിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു രേഖയും ഹാജരാക്കാൻ പറ്റില്ല. അതെ അതെ. ഒരു ക്യാമറമാൻ കുറെ കാലത്തൊട്ട് വൈകുന്നേരം വരെ അയാൾ ഷൂട്ട് ചെയ്തു. അത് മെക്കാനിക്കലായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നുള്ളതുകൊണ്ട് ഇത് അളക്കാൻ വളരെ എളുപ്പമാണ്. വേറെ പല മേഖലകളും ഇപ്പം ഡയറക്ഷൻ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ എല്ലാ മേഖലകളും എഡിറ്റർ ആണെങ്കിലും എന്താ പറയാ അളവ് വെച്ച് പിടിക്കാൻ പറ്റും. ഇത് ഈ പാനിയും പേപ്പറും വെച്ചിട്ട് ഒരു 2 വരി എഴുതുന്നതിന് നിനക്ക് വളരെ എളുപ്പമല്ലേ, അല്ലെങ്കിൽ നിനക്ക് ഇതിന് ഇത്രയും പ്രതിഫലം ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു നമ്മള് പെട്ടെന്ന് മീറ്റർ പിടിക്കാൻ പറ്റാത്തൊരു പരിപാടിയാണ് എഴുത്ത്. എന്തെല്ലാം അധ്വാനിച്ചെന്നുള്ളതാണ്. അടച്ചിട്ട് റൂമിൽ ഇവൻ ഒരു CCTV വെച്ച് ഒരു എഴുത്തുകാരനെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഒരു ജോലി ചെയ്യുന്നത് ഒരു പണിയെടുക്കാതെ ഇടയ്ക്കൊക്കെ എന്തോ എഴുതാനാണ്. എന്നിട്ട് അവൻ പോയി അവിടെ ഇരിക്കുന്നു, പുറത്തോട്ട് പോയി വീണ്ടും കുറച്ച് ഭയങ്കര ഏർപ്പാടാണ് കേട്ടോ എഴുത്തുകാരനായിട്ട് ജനിച്ചാൽ. പക്ഷേ ഇതിനകത്ത് അവൻ അനുഭവിക്കുന്നത്, ഞാൻ ഡിപ്രഷൻ സർവൈവറായ ഒരാളാണ്. പിന്നെ വിഷാദ രോഗത്തിന് അടിപ്പെട്ട് കലയുമായി ബന്ധപ്പെട്ട് മാത്രം ഡിപ്രഷൻ ഉണ്ടായ ആളാണ്. ക്ലിനിക്കലി ഡിപ്രഷൻ വന്നിട്ടുള്ള ഒരാളാണ്. അത് തന്നത് കലയാണ്. നമ്മൾ എത്രത്തോളം ഭാരം ചുമക്കുന്നുണ്ടെന്ന് റൈറ്റർക്കേ അറിയൂ. റൈറ്റർ അത് ഞാനല്ല, ഏത് റൈറ്റർ ആയാലും, ഇപ്പം ജെബിനായാലും വേറൊരാളായാലും ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ അവൻ ഒരു ക്രിയേറ്റീവ് മനുഷ്യൻ ചുമക്കുന്ന ഭാരം, അവനുണ്ടാക്കുന്ന സ്ട്രെസ്സ്, അവനുണ്ടാക്കുന്ന മുറിവുകൾ, അവൻ നടന്ന വഴികൾ, അവന് കിട്ടുന്ന ഹ്യൂമിലിയേഷൻസിൽ നിന്നും അവൻ എത്രത്തോളം അവൻ്റെ ഉള്ളു പൊള്ളുന്നുണ്ട്, അർഹതപ്പെട്ടതൊരു സാധനത്തിൽ നിന്ന് അവൻ ഉപേക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ എത്ര നോവുന്നുണ്ട്, അത് അവൻ്റെ തൊട്ടടുത്തുള്ള ക്രിയേറ്റീവ് വർക്കുകളെ എങ്ങനെ ബാധിക്കുന്നും പുറം ലോകത്തിന് അറിയാൻ പറ്റില്ല. ആവശ്യമില്ല. അങ്ങനെയാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഞാനിപ്പോൾ എന്നെ ഇപ്പം ഒരു കമേഴ്ഷ്യൽ റൈറ്ററായിട്ട്, ശരി കമേഴ്ഷ്യൽ നാടക റൈറ്ററായിട്ട് കൂട്ടിയാൽ പോലും ഒരു എഴുതുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ എഴുത്ത് പ്രധാനപ്പെട്ട മേഖലയാക്കി തിരഞ്ഞെടുക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വസ്ഥതയുള്ളൊരു ജീവിതമില്ല.
എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നുകിൽ അവൻ്റെ കഥയ്ക്കകത്ത് അവൻ ഉരുകി അവൻ അത് കിട്ടാതെ, അതിൻ്റെ കണക്ഷൻ കിട്ടുമ്പോഴത്തേക്ക് ക്യാരക്ടർ ആർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് സംഭവങ്ങൾ കുറഞ്ഞു പോകുന്നു. അവൻ അതിൽ അസ്വസ്ഥനായിരിക്കും. അല്ലെങ്കിൽ അവൻ അത് സെറ്റാക്കി കഴിഞ്ഞ് ഈ സാധനത്തിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷന് വേണ്ടി അവൻ അലഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അത് സെറ്റപ്പായി കഴിഞ്ഞാൽ ആ സ്ഥലത്ത് അവൻ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അവന് പറ്റാതെ വരുന്ന സാഹചര്യങ്ങളിൽപ്പെട്ട് അവൻ നോക്കും. അവിടെ നിലനിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വരുന്ന അപമാനങ്ങൾ ഇങ്ങനെ തുടങ്ങി അപ്പം അടുത്ത വർക്കാവും. അപ്പം ഈ നിരന്തരം അവന് മാത്രം മനസ്സിലാകുന്ന എഴുതുന്ന ജീവിത വഴികളിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. ഇനി നമ്മളൊന്ന് ഒരു സ്ഥലത്തെത്തി എന്ന് വിചാരിച്ചു. ഇപ്പോൾ പ്രൊഫഷണൽ നാടകമായി ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ നമ്മൾ അയാൾ കുഴപ്പമില്ലാതെ എഴുതുന്ന ഒരാളാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ആ അവസ്ഥയെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവൻ എടുക്കുന്നൊരു ഫൈറ്റുണ്ട്. ക്രിയേറ്റീവുകളെല്ലാം എടുക്കുന്നുണ്ടാവും. അത് അവനുണ്ടാക്കുന്ന ഇതിനിടയിൽ ഒരു സകലം കൈവിട്ട് കാര്യം പോയാൽ ഞാൻ പറയട്ടെ, വേറെ ഏത് സാധനവും ഒരല്പം ഇപ്പോൾ ഒരു നടനും മനസ്സുകൊണ്ട് തന്നെയാണ് പണിയെടുക്കുന്നത്. പക്ഷേ മനസ്സുകൊണ്ട് പണിയെടുക്കുന്നത് ഏറ്റവും അപകടകരമായ പണിയെടുത്തുകാരനാണ് എടുക്കുന്നത്. കാരണം ഇപ്പോൾ ജെബിൻ ഡയറക്ടറാണെങ്കിൽ ജെബിൻ്റെ മനസ്സ് ശരിയില്ല, പക്ഷേ ജെബിൻ്റെ കയ്യിൽ എൻ്റെ ഒരു രൂപരേഖയുണ്ട്. ഒരാൾ അങ്ങോട്ട് പോകുന്നു, ഓടുന്നു, അതിൻ്റെ ഡയലോഗ് പറയുന്നു എന്ന് പറയുമ്പോൾ ജെബിന് ജൈവികത ചിലപ്പോൾ പോവും. മനസ്സ് ശരിയല്ല, മെക്കാനിക്കലായിട്ടെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ ഇഫ് യു ആർ എ റൈറ്റർ ഒന്നും നടക്കില്ല. യു ക്യാൻ ഡു നത്തിങ്. നിങ്ങൾ വട്ടപൂജ്യമായിട്ട് ഞാനങ്ങനെ നിന്നിട്ടുണ്ട്. വട്ടപൂജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വർഷത്തെ കഥ പറഞ്ഞു. കഴിഞ്ഞ വർഷം എനിക്ക് 6 നാടകങ്ങളുണ്ടായിരുന്നു. ഇടയ്ക്കൊരു നാടകത്തിൻ്റെ ഇടയിൽ വെച്ചൊരു 4 സീൻ കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് എഴുതാതിരിക്കുന്നു, ബ്ലോക്ക്. ഒരു റീസണും ഇല്ല, ഒരു സീൻ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം ഒരു നാടകത്തിൽ 20-22 സീന്. അപ്പം അങ്ങനെയുള്ള 100 സീൻ ഉണ്ടാക്കി കഴിഞ്ഞ ആളാണ് ഞാൻ. 5ാമത്തെ നാടകം കൊണ്ടാണ് 4ാമത്തെ ബ്ലോക്കായി. അപ്പം ഞാൻ വിചാരിച്ച അന്നത്തെ പ്രശ്നമായിരിക്കും. പിറ്റന്നായി, അതിൻ്റെ പിറ്റന്നായി 3 ദിവസം കഴിയുമ്പം നമ്മുടെ ഉള്ളിൽ ആൻസൈറ്റി വർക്ക് ചെയ്ത് തുടങ്ങും. പിന്നെ നമുക്ക് തോന്നുന്നു നമുക്ക് ഈ പണി നമ്മളെ കയ്യിൽ നിന്ന് പോയി, ഈ സ്കില്ല് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഡ്രൈവിംഗ് അല്ലല്ലോ ഇത് ഡ്രൈവിങ്ങോ നീന്തലോ അല്ലല്ലോ, നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് തോന്നും. പിന്നെ നമ്മൾ ഉരുകയാണ് അതിൽ കിടന്നിട്ട്. എന്നിട്ട് ഞാൻ ഒരു ഘട്ടത്തിലുണ്ടല്ലോ, ഒരു നാടകം ബ്ലോക്കായിട്ട് ഞാൻ ആലോചിക്കുന്നത് ഏതെങ്കിലും എൻ്റെ പഴയ നാടകത്തിന് കോപ്പി അടിച്ചിട്ട് അങ്ങനെ ഒരു സീൻ കിട്ടിയാലും മതിയായിരുന്നു. അത് കിട്ടുന്നില്ല. പൂർത്തിയാക്കിയേ പറ്റൂ. ടൈം ബോണ്ട് കിടക്കല്ലേ, നമ്മൾ ചെറുകഥയല്ല എഴുതുന്നത്. അല്ലെങ്കിൽ പടം ചെയ്യാനാണെങ്കിൽ അടുത്ത കൊല്ലം ചെയ്താൽ മതി എന്ന് തീരുമാനിക്കാം. ഇത് 16-ാം തീയതി റിഹേഴ്സലെങ്കിൽ നമ്മളിപ്പോൾ 4-ാം തീയതി ആയി, 12 ദിവസമേ ഉള്ളൂ. അതിൽ നിന്ന് നമ്മൾ അവസാനം എൻ്റെ നാടകത്തിൽ നിന്ന് കിട്ടുന്നില്ല. അവസാനം ഗതികെട്ട ഞാൻ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കള്ളനാവാൻ തീരുമാനിക്കും. ഒരു പടത്തിൽ നിന്നൊരു ഏരിയെങ്കിലും ഒരു കഥ, ആരുടെയെങ്കിലും ഒരു സിനിമയിൽ നിന്നൊരു 2 സീൻ അതൊന്ന് മാച്ച് ചെയ്യുന്നത് കിട്ടിയെങ്കിൽ അതിനെ കോപ്പി ചെയ്തെങ്കിൽ എനിക്ക് ഈ ഒരു സീൻ ജമ്പ് ചെയ്താലേ ഇനി പോകാൻ പറ്റുള്ളൂ. അതുപോലും നടക്കാതെ ലിറ്ററലി ഞാൻ ഒരു ദിവസം ഡയറക്ടറെ വിളിച്ച് കരഞ്ഞു. സങ്കടം വന്നു, സഹിക്കാൻ പുള്ളി കുറച്ച് കുഴപ്പമില്ല, ഇത് നിങ്ങൾക്ക് ഇതിന് മുമ്പ് നിങ്ങളിങ്ങനെ വന്നിട്ടുണ്ട്, ഞാൻ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. സുരേഷ് ചേട്ടൻ്റെ അടുത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ആ സമയത്തൊക്കെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ഡയറക്ടറോ പ്രൊഡ്യൂസറോ വേണം. അതും വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണം. അതെ അല്ല, പുള്ളിയും ആ പ്രൊഡ്യൂസർ നല്ല ആളായിരുന്നു, വീരളം രാജൻ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറാണ്. പുള്ളിയോട് പറഞ്ഞു താമയും താമസിക്കുന്നു മുഹാദൂർ എഴുതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് അയാൾ നല്ല നാടകങ്ങൾ തന്നിട്ടുള്ള ആളാണ്. 4-5 നാടകങ്ങൾ ഞാൻ അയാളുടെ ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം അയാൾ ഇത്തിരി എഴുതാൻ താമസിച്ചു എന്ന് പറഞ്ഞിട്ട് പുള്ളിയോട് ഞാൻ സംസാരിക്കില്ല, പുള്ളി എഴുതി കിട്ടുമ്പോൾ തരട്ടെ, അതിൽ നിന്ന് വരുന്ന ജയവും പരാജയവും ഞാൻ അനുഭവിച്ചോളാം. അത് നമുക്ക് ഉണ്ടാക്കുന്ന വേദന അതിനേക്കാൾ വലുതാണ്. അയാളുടെ ട്രസ്റ്റ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ. എല്ലാ മേഖലയിലും ഉണ്ട് അത്. എഴുത്തിൽ നിങ്ങൾ സിനിമയിൽ വന്നാൽ ഈ അവസ്ഥ തന്നെ വലിയ പാട് തന്നെ. പക്ഷെ സുഖമാണ്. നമ്മൾ എന്താ പറയുക, സുഖമാണോ അല്ലെങ്കിൽ ദുഃഖമാണോ എന്നുള്ളതിനപ്പുറം അങ്ങനെ ഒരു ലൈഫ് ഇല്ലെങ്കിൽ നമ്മളില്ല, തീർന്നു കേട്ടോ. നമുക്കത് വേദന തരുന്നുണ്ടാവും, നമുക്കത് സങ്കടം തരുന്നുണ്ടാവും, കണ്ണീര് തരുന്നുണ്ടാവും. പക്ഷെ ആ ഒരു ലൈഫിൽ നമുക്ക് കിട്ടുന്ന ഒരു എക്സിസ്റ്റൻസി ഉണ്ട്. ഇപ്പൊ ജെബിന് എന്തെല്ലാം ജോലി ചെയ്യാം, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റുമായിട്ടും നിങ്ങളുടെ അഭിരുചിയും ക്രിയേറ്റീവ് കപ്പാസിറ്റിയുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു സാധനം ചെയ്യുന്നതിലാണ് നിങ്ങളുടെ സന്തോഷം. തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പം എൻ്റെ വീട്ടിൽ അധ്യാപകരാണ് അപ്പനും അമ്മയൊക്കെ, ബാക്കി എല്ലാവരും ഗവൺമെൻറ് ജോലിയിലുള്ള ആൾക്കാരാണ്. പക്ഷേ അതുപോലെ എൻ്റെ സുഹൃത്തുക്കൾ ബാങ്കിലും അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരൊക്കെ ജോലിയുടെ പ്രശ്നങ്ങൾ, ജോലി ചെയ്യുമ്പോഴുണ്ടാകുന്ന ഇത് ജോലി, ഞാൻ പറഞ്ഞു എനിക്കിതൊരു ജോലിയായിട്ട് തോന്നിയിട്ടില്ല, ജോലിയായിട്ട് തോന്നിയിട്ടില്ല. എനിക്കിത് എന്നൊരു ജോലിയായിട്ട് തോന്നുന്നു അന്ന് ഞാൻ അപ്പോഴാണ് എനിക്ക് വേദന തോന്നുന്നത്. ഞാൻ എനിക്ക് വല്ല PSC എഴുതായിരുന്നു അല്ലെങ്കിൽ. പക്ഷേ എനിക്കിതൊരു ജോലിയായിട്ട് തോന്നാത്തടത്തോളം കാലം എൻ്റെ ലൈഫാണിത്. എനിക്കിതില്ലെങ്കിൽ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു വേദനിപ്പിച്ചാലും വേണ്ടില്ല, നമുക്ക് ക്രിയേറ്റീവായിട്ട് ജീവിച്ചാൽ വേണം. നമുക്കിതാണ് നമ്മുടെ ജീവിതം. ഈ വർഷത്തെ നാടകങ്ങളെ പറ്റിയിട്ട് ചിലർ പല നാടകങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ പറഞ്ഞ പോലെ എഴുത്തുകാരനെ
നേരിട്ട് പരിചയം ഉണ്ടാവില്ല. കേരളത്തിലെ പല സമിതികൾ കളിച്ച് പല ഉത്സവ പറമ്പുകളിലും അല്ലെങ്കിൽ ക്ലബ്ബുകൾ നടത്തുന്ന പരിപാടികളിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ഈ വർഷം കണ്ട നാടക പ്രണയികൾ ഈ അഭിമുഖം കാണുന്നുണ്ടായിരിക്കും, ഈ പോഡ്കാസ്റ്റ് കാണുന്നുണ്ടായിരിക്കും. ഏതൊക്കെയാണ് നാടകങ്ങൾ, ആ നാടകങ്ങളുടെ വഴികളിലൂടെ? ഈ വർഷം ആദ്യം ഇറങ്ങിയ നാടകം ഭഗത് സിംഗ് പുലിമട PO കൊല്ലം. അപ്പോൾ അത് 83 വയസ്സുള്ള പിന്നെ ഒരുപാട് അൽഷിമേഴ്സിൻ്റെ ആരംഭം ഉൾപ്പെടെയുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുള്ള അതീവ വൃദ്ധനായ ഒരു മനുഷ്യൻ, ഒരു പഴയ വക്കീലാണ്. വളരെ ദുർഘടമായ സാഹചര്യത്തിൽ ആരുമില്ലാത്ത ഒരു സഹജീവിക്ക് വേണ്ടി, ഒരു ആവശ്യമില്ലാത്തൊരു സഹജീവിക്ക് വേണ്ടി ഒരു നിയമപ്രശ്നത്തിനകത്തേക്ക് ഒട്ടും വയ്യാത്തൊരു മനുഷ്യൻ ഇറങ്ങിത്തിരിക്കുന്നതാണ് ആ നാടകത്തിൻ്റെ ഇതിവൃത്തം. അടുത്ത കോർട്ട് റൂം ഡ്രാമയാണ്, പകുതിക്ക് ശേഷം മൊത്തം കോർട്ട് റൂം ഡ്രാമയാണ്. രണ്ടാമതിറങ്ങിയ നാടകം വംശമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഭീമസേനൻ, ഹിഡുംബി, പിന്നെ അവരുടെ പ്രണയം ഉണ്ടായത് എങ്ങനെയാണ് നമ്മുടെ ജാതി വ്യവസ്ഥ സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് പക്ക അംബേദ്കർ പൊളിറ്റിക്സിനകത്ത് നിന്നുകൊണ്ട് ഹ്യൂമാനിറ്റേറിയൻ അല്ലാതെ പാർട്ടി സംഭവങ്ങളൊന്നുമില്ല, അതിനകത്തൊരു മനുഷ്യപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്ന നാടകമാണ് രണ്ടാമത് ചെയ്തത്. മൂന്നാമത്തെ നാടകം പക്ക ഒരു മ്യൂസിക്കൽ ഡ്രാമയാണ്. അത് പിന്നെ ഒരു സിനിമ പിന്നണി ഗായകൻ ആകാൻ ശ്രമിക്കുന്ന ഒരു ഗാനമേള സിംഗറുടെ ലൈഫ്, ഒരു പക്ക മ്യൂസിക്കലായിട്ടുള്ള സ്റ്റുഡിയോ, കൺസോള്, ഇതെല്ലാം വരുന്ന പാട്ടുകളും ഒക്കെ വരുന്ന റെക്കോർഡ്. പെട്ടെന്ന് കച്ചേരിയൊന്നുമല്ല, പക്ക സിനിമാറ്റിക് ആയിട്ടുള്ള. നമ്മുടെ ഈ നാടകങ്ങളിൽ അനിൽ മാളയാണ് മിസ്റ്റർ. ഈ ആദ്യം പറഞ്ഞ 3 നാടകത്തിനും അനിൽ മാളയാണ്. ഇതാണ് മൂന്നാമത്തെ നാടകം, പക്ക മ്യൂസിക്കൽ ഡ്രാമയാണ്, ഫാമിലി ബേസ്ഡ് മ്യൂസിക്കൽ ഡ്രാമയാണ്. നാലാമത്തത് വിക്ടറി ആർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ നാടകമാണ്. വിക്ടറി ആർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലബ്ബിലെ 5 പിള്ളേരും അവർ ചെന്ന് വിടുന്നൊരു പ്രശ്നവും അത് അതിജീവിക്കാൻ വേണ്ടി 25 വയസ്സിന് താഴെയുള്ള ആ പിള്ളേർ നടത്തുന്ന സാഹസികമായ ശ്രമങ്ങളുമാണ്. അത് തികച്ചും ഒരു യൂത്ത് ബേസ്ഡ് ആയിട്ടുള്ള നാടകമാണ്, ഒരു ഫൺ യൂത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു നാടകമാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം ചെയ്ത നാടകമാണ് വാർത്ത. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 24 മണിക്കൂർ കൊണ്ട് സംഭവിക്കുന്നൊരു കഥയാണ്. ഒരു പ്രവാസി നാട്ടിൽ ലീവിന് വരുമ്പോൾ ഫ്ലൈറ്റ് കിട്ടാത്തതുകൊണ്ട് അയാൾ വേറൊരു എയർപോർട്ടിൽ വന്നിറങ്ങി അയാൾ ട്രെയിനിൽ വരുന്നു. പക്ഷേ ആ യാത്ര പിറ്റേന്ന് വൈകുന്നേരത്തോടുകൂടി അയാളുടെ ഒറ്റ ദിവസം കൊണ്ട് അയാളുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞു പോകുന്ന ഒരു സോഷ്യോ പൊളിറ്റിക്കൽ നാടകമാണ് വാർത്ത എന്ന് പറയുന്നത്. അത് നമ്മുടെ ഈ പിന്നെ ലാറ്റിൻ കാത്തലിക്സ് താമസിക്കുന്ന ഒരു സ്ഥലത്തുള്ള കടപ്പുറം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ കഥയാണ് അത് പറയുന്നത്. പിന്നെ അതിനുശേഷം അഴകി എന്നൊരു നാടകം ചെയ്തു. അഴകി എന്ന് പറയുന്ന നാടകം നമ്മുടെ കുമാരനാശാൻ്റെ കരുണയാണ്. കരുണയിലെ നമ്മൾ വാസവദത്തെയും ഉപഭോക്തനെയും മാത്രം എടുത്തിട്ട് അവരുടെ സിറ്റുവേഷൻസ് ഒരുപോലെ, പക്ഷേ അഡാപ്റ്റേഷൻ എന്നും പറയാം, അപ്രോപ്രിയേഷൻ എന്ന് പറയാം. അതായത് അവർ ജീവിച്ചിരുന്ന പീരീഡ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ 1947 ആ കഥ നടക്കുകയാണെങ്കിൽ ഏതെല്ലാം സാമൂഹിക സാഹചര്യങ്ങളുണ്ട് എന്നുള്ള പുതിയ ഇവരുടെ എല്ലാ ഇൻറ്റൻഷൻസും കഥാപാത്രങ്ങളുടെ കാര്യങ്ങളും വാസവദത്തയ്ക്ക് സംഭവിച്ച റീസൺസ് എല്ലാം വേറെയാണ്. സംഭവങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട്. തികച്ചും നമ്മളൊരു പുതിയ കഥ ഉണ്ടാക്കി നമ്മൾ ഒരു റീഇമാജിൻഡ് ഫിക്ഷൻ എന്ന് പറയുന്ന സാധനമാണ്. 7ാമത്തെ നാടകം എന്ന് പറയുന്നത് നേർക്കുനേർ എന്ന് പറയുന്ന ഒരു നാടകമാണ്. നേർക്കുനേർ എന്ന് പറയുന്നത് വേടനെ പോലെ പെട്ടെന്ന് ഒരു ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് ഫോക്ലോറിൽ ഭയങ്കരമായിട്ട് ഉയർന്നു വന്ന ഒരാൾ. ഇപ്പം നഞ്ചിയമ്മ എന്ന് പറയുന്ന നമ്മുടെ അമ്മയില്ലേ, നഞ്ചിയമ്മ ഫോക്ലോറിൻ്റെ, അവരുടെ ചെറുമകൻ വേടനെ പോലെ എസ്റ്റാബ്ലിഷ് ആയ ഒരാളായിരുന്നുവെങ്കിൽ അയാൾ കാടിനടുത്തുള്ള അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂ സംസാരിക്കുന്ന ഒരു പൊളിറ്റിക്സ് സംസാരിക്കുന്ന ഒരു പാട്ടുകാരനും ആയിരുന്നെങ്കിൽ അയാൾ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നേർക്കുനേർ എന്ന് പറയുന്ന നാടകം. 7 നാടകങ്ങൾ. പിന്നെ ഇത് കൂടാതെ പിന്നെ ഉള്ളത് ഒരു നമ്മൾ സ്വതന്ത്രമായിട്ട് ഉണ്ടാക്കി നൃത്തനാടകത്തിൽ ഒന്ന് രാമായണം ബേസ് ആയിട്ട് സീതയുടെ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടൊരു നാടകമാണ് ഉള്ളത്. പിന്നെ ഒരെണ്ണം നമ്മൾ സ്വതന്ത്രമായിട്ട് ഉണ്ടാക്കിയ ഒരു കഥയാണ്, പുരാണ ഒരു മൂഡിലുള്ള ഒരു കഥയാണ്. അങ്ങനെ 9 നാടകങ്ങളിലൂടെയാണ് മുഹാദ് വെമ്പായം ഈ 2025 ഞാനിപ്പം മാർച്ചിൽ തുടങ്ങിയിട്ട് ഒരു ഘട്ടമാകുമ്പോൾ നടുവേദന വരുമല്ലോ, ഈ കുറച്ച് തടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നടുവേദന അവസാനം ഞാൻ ഒരു നാടകത്തിൻ്റെ പകുതിയിലധികം നിന്നാണ് ചേട്ടാ, മേശയുടെ പുറത്ത് ബുക്സ് അടുക്കി വെച്ച് അതിൻ്റെ മുകളിൽ ലാപ്ടോപ്പ് വെച്ച് ഇങ്ങനെ നിന്ന് ടൈപ്പ് ചെയ്തിട്ട്. കുടുംബം എങ്ങനെ? ഫാമിലി, ഭാര്യ, 2 മക്കള്, മൂത്താളിന് 12 വയസ്സ്, ഇളയാളിന് 2 വയസ്സ്, അങ്ങനെ പോകുന്നു. വളരെ അവരുടെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും. ഇത്തരം ഭ്രാന്തുകൾക്ക് ഒരു തടസ്സവും പറയുന്നില്ല എന്നതിൽ കവിഞ്ഞ് ഒരു സപ്പോർട്ട് എനിക്ക് വേണ്ട. അത് വേണ്ടത്. അത് എൻ്റെ വൈഫിനെ കുറിച്ച് എനിക്ക് ഏറ്റവും റെസ്പെക്റ്റ് ഉള്ളത്. അത് നമ്മൾ ഫാമിലി മാനേജ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ചില്ലറ പരിപാടിയല്ല. അതും നമ്മളെപ്പോലെ അങ്ങനെ കൃത്യമായിട്ട് മാനസിക സ്ഥിരത ഉറപ്പ് പറയാൻ പറ്റാത്ത തരത്തിലുള്ള വട്ടുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് പോകുന്ന, ഞാനങ്ങനെ പറയുന്നത് പൊളിറ്റിക്കൽ ഇൻകറക്റ്റാണ് വാക്ക്, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഒരു എന്താ പറയുക, നമ്മൾ ഈ മാനസിക വ്യതിയാനങ്ങളിലൂടെ പോകുന്ന ഒരു എഴുത്തുകാരനെ കണ്ടുപിടിച്ചവരാണ് നമ്മൾ. കണ്ടുപിടിച്ചവരാണ് നമ്മൾ. ഇറിറ്റേറ്റഡ് ആവും. അങ്ങനെയുള്ള ഇറിറ്റേഷൻ അവർ ഫാമിലിയെ അവൾ ഒറ്റയ്ക്കാണ് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഞാനവിടെ ഉണ്ട്, പക്ഷേ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കുന്ന വീട്ടിൽ ഉണ്ടെങ്കിൽ നമ്മളവിടെ ഇല്ലല്ലോ, നമ്മളെ മൈൻഡ് കൊണ്ടില്ല. അവൾ ടീച്ചറാണ്.
അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ മീഡിയ പീഡിയയിലേക്ക് വന്നത് വലിയൊരു സന്തോഷത്തിൻ്റെ കൂടെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. കേരള സംഗീത നാടക അക്കാദമിയുടെ ഏറ്റവും മികച്ച നാടകൃത്തിനുള്ള പുരസ്കാരം നേടിക്കൊണ്ടാണ് ഇങ്ങോട്ടുള്ള വരവ്. അത് ഏത് നാടകത്തിനായിരുന്നു? ലക്ഷ്മണ ഞാൻ നേരത്തെ പറഞ്ഞില്ല, 40 വയസ്സ് കഴിഞ്ഞൊരു സ്ത്രീക്ക് ഒരു ജോലി ചെയ്യാൻ ആഗ്രഹം ഉണ്ടാക്കുന്നു. ഒരു വില്ലേജ്, റിമോട്ട് വില്ലേജിനകത്തുള്ള ഒരു ഫ്യൂഡൽ സെറ്റപ്പുള്ള ഒരു വീടിനകത്ത് ലക്ഷ്മണരേഖയ്ക്ക് അങ്ങനെ ഈ സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം നേടുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ പറഞ്ഞ വാക്കുകളിലുണ്ട് ഒരു നാടകത്തെ ഇപ്പോഴുള്ള നമ്മുടെയൊക്കെ ജീവിതവുമായിട്ട് എങ്ങനെ ഒരു തൂലിക കണക്ട് ചെയ്യുന്നു എന്നുള്ളതിനുള്ള ഉത്തരം ഈ പറഞ്ഞ വരികളിലുണ്ട്. ഒരു ഒറ്റ കാര്യം, നമ്മൾ നേരത്തെ നമ്മൾ ജെബിൻ ചോദിച്ച ചോദ്യം പോലെ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും അച്ഛ മക വിഷയമായിട്ട് ഞാൻ പറഞ്ഞ 7 നാടകങ്ങൾ ഒരു നോർമലായിട്ട് അച്ഛനും മക്കളും തമ്മിലുള്ള സ്വത്ത് തർക്കമോ അല്ലെങ്കിൽ ഒന്നുമില്ല ഉണ്ടോ? ഒന്നുമില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പാട്ടിലൂടെയാണ് ഈ പേര് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത്. ഇപ്പോൾ സുനീഷ് പറഞ്ഞിട്ട് സുനീഷിൻ്റെ സുഹൃത്ത് വലയത്തിലുള്ള നാടകൃത്ത് എന്നുള്ള രീതിയിലാണ് കണക്റ്റഡ് ആവുന്നത്. അതിനുശേഷം ഞാൻ താങ്കളെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കിൽ താങ്കൾ എഴുതുന്ന കുറിപ്പുകൾ കാണാറുണ്ട്. ആ കുറിപ്പിൽ ഈ പറഞ്ഞ 7 നാടകങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർത്തെടുക്കാൻ പറയാത്തോണ്ടാണ് എൻ്റെ ഇപ്പോഴത്തെ മുഖത്തിന് ടെൻഷൻ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ആരെങ്കിലും നാടകം വിട്ടുപോയി എനിക്ക് സമാധാനത്തോടെ. അപ്പോൾ ഈ 7 നാടകങ്ങൾ ഞാൻ വായിക്കുന്നുണ്ട്. അതിൻ്റെ സബ്ജക്റ്റ് വായിക്കുന്നുണ്ട്. വിക്ടറി ആർട്സ് ക്ലബിൻ്റെ ഒരു സബ്ജക്റ്റൊക്കെ എനിക്കിഷ്ടപ്പെട്ടൊരു ജോണറാണ്. അതുകൊണ്ട് ഞാനത് കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സബ്ജക്റ്റുകളും ഈ വിഷയങ്ങളും ഈ ജോണറുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, സാധാരണ ഒരു നാടകൃത്ത് സഞ്ചരിക്കുന്ന പരമ്പരാഗത വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളല്ല എന്നുള്ളത് ഇതിൻ്റെ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എന്ന് കരുതിയിട്ട് നമ്മൾ അത്ര നാടകങ്ങൾ ചെയ്യേണ്ടി വന്നാൽ ചെയ്യുന്നുണ്ട്. അല്ല, ഇതിൽ തന്നെയാണ്, ഈ ഇതിവൃത്തങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഒരേ സമയം തന്നെ വിക്ടറി ആർട്സ് ക്ലബ്ബ് പോലെ വളരെ ന്യൂജനായിട്ടുള്ള ഒരു സബ്ജക്റ്റ് എഴുതുന്ന പേന കൊണ്ട് തന്നെ ഹിഡുംബിയും ഘടോൽക്കജനും പോലെയുള്ള വിഷയത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. പലരും ഈ പറയുന്ന പോലെ ന്യൂജനായിട്ട് എഴുതാൻ പറ്റുന്ന ഒരാൾക്ക് മറ്റേ ലോകം അപ്രാപ്യമാണ്. അത് അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇത് 2 സ്പേസിലേക്കും സ്വിച്ച് ചെയ്യാൻ പറ്റാന്നുള്ളതാണ് ഒരു റൈറ്ററെ സംബന്ധിച്ച് അയാളുടെ ഒരു വേഴ്സറ്റാലിറ്റി പലപ്പോഴും പ്രൂവ് ചെയ്യുന്നത്. അത് ഈ നമ്മുടെ നടപ്പ് കാലത്തുള്ള മലയാള നാടക പ്രൊഫഷണൽ നാടക റൈറ്റേഴ്സിൽ പലരും അത്തരം സ്കില്ല് ഒരു എന്നെക്കാൾ നന്നായിട്ടുള്ളവർ ആണ് കേട്ടോ. കാരണം നമ്മൾ ഈ നാടകം സ്ഥിരമായിട്ട് കാണാത്തത് കൊണ്ടാണ്. അതല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന നാടകം ഒരു പക്ഷേ ട്രഡീഷണൽ നാടകങ്ങൾ എഴുതുന്ന ചില അങ്ങനെയുള്ള നാടകങ്ങളോ അത്തരം ഒരു നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് വളരാത്ത ഒരു നാടകം കണ്ടതുകൊണ്ടും നിങ്ങൾ മുഴുവൻ നാടകത്തെയും ജഡ്ജ് ചെയ്യാനും മതിയാവും. അങ്ങനെയും ആൾക്കാരുണ്ട്. സ്കിൽഡാണ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഹേമന്തായാലും നാടകം, ഒരു നല്ല നാടകം അല്ലെങ്കിൽ ഒരു 10 നല്ല നാടകം പോലും നേരിട്ട് കാണാത്ത ആളുകളാണ് നാടകം മുഴുവൻ കാലഹരണപ്പെട്ടു എന്ന് വിമർശിക്കുന്നത്. പ്രായമുള്ള ചില ആൾക്കാർ, ഞാൻ ഒരു സ്റ്റേജിൽ വെച്ച ഒരാളുമായിട്ട് പേര് പറയുന്നില്ല, പാട്ടബാക്കിയും മറ്റതിന് ശേഷം എന്നാ നാടകങ്ങൾക്ക് ശേഷം ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞ 20 കൊല്ലത്തിനകത്ത് കണ്ട 10 നാടകങ്ങൾ പറയാമെന്ന് വെച്ചു. പുള്ളി ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. ഏതോ ഒരെണ്ണം പുള്ളി കണ്ടു. അതും എനിക്ക് കണ്ട് മുഴുമിക്കാൻ തോന്നിയില്ല എന്ന് പറഞ്ഞു. 20 കൊല്ലത്തിനകത്ത് ഒരു നാടകം പോലും കണ്ട് മുഴുമിക്കാൻ തോന്നാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനകത്ത് അഭിപ്രായം പറയാൻ പറ്റും? നമ്മളിപ്പോൾ സിനിമയിൽ ഇപ്പം ഞാൻ പറയട്ടെ, ഒരു ദിവസത്തെ ഒരു കഥ നമ്മൾ ത്രൂ ഔട്ട് 24 മണിക്കൂർ കൊണ്ട് സംഭവിക്കുന്ന ഒരു കഥ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെ നാടകത്തിലേക്ക് ആക്കാനുള്ള ഒരു പരിശ്രമം നാടകവേദി നടക്കുന്നുണ്ടെന്നേ. പിന്നെ കഴിഞ്ഞ വർഷം ഹേമന്ത് എഴുതിയ വാഴ്വ്യമായോ എന്ന് പറയുന്ന നാടകം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഒരു സൈക്കോളജിക്കൽ ഡ്രാമയാണത്. നമ്മൾ സൈക്കോളജിക്കൽ സിനിമകൾ നമ്മൾ കാണുകയും അത്ഭുതപ്പെടുകയും ആ തരത്തിലുള്ള വർക്കുകൾ ഇവിടെ വരുന്നുണ്ടെന്നേ. ഇപ്പം മാത്രമല്ല, ഇപ്പോൾ നാടകരംഗത്ത് പണ്ട് എല്ലാവരും അനുഭവിച്ചിരുന്ന ഒരു പ്രതിസന്ധി, പ്രതിഭയുള്ള ചിലരെ നാടകത്തിലേക്ക് കിട്ടുന്നില്ല. എല്ലാവരുടെയും ഒരു ഗ്ലാമർ ലോകം സിനിമ ചെയ്തുകൊണ്ട് നല്ല നടന്മാരും അല്ലെങ്കിൽ പ്രതിഭ കുറച്ച് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം സിനിമയിലേക്ക് ചേക്കേറുകയും ഇവിടെ നല്ല നടന്മാരെ കിട്ടാത്തൊരവസ്ഥ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, തിരിച്ച് സിനിമയിലുള്ളവർ നാടകത്തിന് വേണ്ടി സമയം കണ്ടെത്തുന്നു. സുനിലേട്ടൻ നമ്മുടെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ സുനിൽ സുഗതയും SP ശ്രീകുമാറും കൂടിയിട്ട് ഒരു നാടകം ടാർസൻ എന്നായിരുന്നു പേര്. അപ്പോൾ ടാർസൻ നല്ല രസകരമായിട്ടുള്ള അടരുകളുള്ള പല ലെയറുകളുള്ള ഒരു മണിക്കൂറിൽ താഴെ നിൽക്കുന്നതെന്ന് എൻ്റെ ഓർമ്മ. ഞാൻ ആ നാടകം കണ്ടിട്ട് ഞെട്ടിപ്പോയി. കാരണം പലർക്കും സുനിലേട്ടനെ സംബന്ധിച്ച് സുനിലേട്ടൻ ആമയൻ തുടങ്ങിയ കപ്പ്യാര വേഷം ചെയ്യുന്ന കുറേ സിനിമകളിൽ വരുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇങ്ങനൊരു നാടകം ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നറിയില്ല. മറിമായം ശ്രീകുമാർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ മറിമായത്തിലെ ആ ടിപ്പിക്കൽ ചിരിയുടെ കമ്പടിയിൽ വരുന്ന ഒരാളെന്നതിനപ്പുറം അദ്ദേഹത്തിന് ഇത്രയും നന്നായിട്ട് ലൈവ് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അതൊക്കെ പുതിയ അറിവുകളാണ്.
നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ആരാധനയായിട്ടുള്ള ലാലേട്ടൻ പോലും മോഹൻലാലും മുകേഷും കൂടിയിട്ട് ഒരു സമയത്ത് നാടകം ചെയ്തു. അതേ നാടകത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. തിരിച്ചും വേറൊരു സാധനം നടക്കുന്നുണ്ട് ജബിനെ. ആ പിന്നെ ഇപ്പം പിള്ളേർ നാടകത്തിലേക്ക് വരാൻ കുറച്ചൊക്കെ താല്പര്യപ്പെടുന്നു. അത് അവർ റെഗുലർലി നിൽക്കാൻ വേണ്ടിയില്ല. അതായത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സിനിമയിൽ കുറച്ചുകൂടി എന്തോ ചെയ്യാൻ കഴിയും എന്നൊരു ധാരണ പിള്ളേർക്കുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പിള്ളേർ പയ്യന്മാരായാലും വന്നിട്ട് പറഞ്ഞുകൊണ്ട് ചേട്ടാ ഞാൻ 2 വർഷം നിൽക്കത്തുള്ളൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ നമ്മളും ആലോചിക്കും ഓക്കെ ഫൈൻ 2 വർഷം അല്ലെങ്കിൽ ഒരു വർഷം നിന്നാലും ഒരു കഴിവുള്ള ഒരു പയ്യൻ വന്നു കഴിഞ്ഞാൽ നാടകത്തിൽ 1 വർഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പലിശ കൊണ്ട് സിനിമയിൽ ജീവിക്കാൻ പറയുന്ന പോലെയാണ്. ജീവിക്കാൻ പറ്റും. ഭയങ്കര നാടകം കൊടുക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. പിന്നെ നമ്മൾ ഈ നാടകം നാടകീയമാണ്. അതുകൊണ്ടാണ് നാടകം എന്ന് വിളിക്കുന്നത്. സിനിമയുടെ ഡയലോഗ്സിൻ്റെ മീറ്റർ അല്ല, നാടകത്തിൻ്റെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. നമ്മൾ കഥകളി കാണാൻ പോകുമ്പോൾ എന്തിനിടെ ഒരേ വരികൾ തന്നെ 6 പ്രാവശ്യം പാടുന്നു. അതാണ് ആ കലയുടെ രീതി. നിങ്ങൾ പ്രൊഫഷണൽ നാടകം കാണാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ പ്രൊഫഷണൽ നാടകം മീറ്റർ വെച്ച് നിങ്ങൾ അമച്ചർ നാടകത്തിനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. പ്രൊഫഷണൽ നാടകം ഇങ്ങനെയാണ്. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ ഈ കഥയെ ജഡ്ജ് അങ്ങനെ പറ്റത്തുള്ളൂ. ആദ്യത്തെ അവാർഡാണോ ഇപ്പോൾ? മൂന്നാമത്തെ സംഗീത നാടക അക്കാദമിയുടെ മൂന്നാമത്തെ സംഗീത നാടക അക്കാദമിയുടെ 3 അവാർഡുകൾ ഇപ്പോൾ സ്വന്തമാക്കി കഴിഞ്ഞു പല വർഷങ്ങളിലായിട്ട്. അപ്പോൾ ഇനിയും അവാർഡുകൾ തേടി വരട്ടെ. അതോടൊപ്പം തന്നെ ഈ 9 നാടകം വളരെ വ്യത്യസ്തമായ ജോണറിൽ എഴുതിയിട്ടുള്ള 9 നാടകങ്ങൾ ഇപ്പോൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഇതുപോലെ ആ വ്യത്യസ്തമായ നാടകങ്ങൾ എഴുതാനുള്ള പേന ഇനിയും കയ്യിലുണ്ടാവട്ടെ. മീഡിയ പീഡിയയുടെ ഈ ഒരു സെഗ്മെന്റ് മൂഡ് ഓൺ വിത്ത് മീഡിയ പീഡിയ എന്നാണ്. അപ്പോൾ മൂഡ് നന്നായിട്ട് തന്നെ പോയി, മൂഡ് ഓഫ് ആയിട്ടില്ല, ഓണായിട്ട്. അല്ല രസമായിരുന്നു കേട്ടോ. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് തന്നെ നിങ്ങൾ ഓക്കെ. അപ്പോൾ എല്ലാ തരത്തിലുള്ള പരിപാടികളായിട്ട് മുന്നോട്ട് പോട്ടെ. ഇഷ്ടപ്പെട്ട വഴിയിൽ അങ്ങനെ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയുക എന്നുള്ളതിന് ഏറ്റവും വലിയ സ്വപ്നമാണ്. അപ്പോൾ അതിൽ നമ്മൾ എഴുതുന്നു, നമ്മൾ പുരസ്കാരങ്ങൾ നമ്മളെ തേടി വരുന്നു, നമുക്ക് മാന്യമായി ജീവിക്കാനുള്ള പ്രതിഫലം അതിൽ നിന്ന് കിട്ടുന്നു. അതാണ് ഒരാളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി നന്ദി മീഡിയ പീഡിയയിൽ അതിഥിയായിട്ട് എത്തിയതിനും. ഉറപ്പാണ്. അല്ലാതെയും വെറുതെ കാഴ്ചക്കാരനായിട്ട് പറയാൻ കേട്ടോ. സന്തോഷം. താങ്ക് യു.